നമസ്കാരം, ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KM Trading Flexi Carnival. You could win a brand new Lancer GLX 2000cc. Flexi, life easy. ശബരിമലയിൽ എല്ലാ സ്ത്രീകളെയും പ്രവേശിപ്പിച്ചുകൂടെ എന്ന് സുപ്രീം കോടതി. ഭരണഘടന വിലക്കാത്ത കാലത്തോളം പ്രവേശനം തടയാനാകില്ല. സ്ത്രീകളെ തടയണം എന്ന പുതിയ നിലപാടുമായി സർക്കാർ കോടതിയിൽ. പ്രാമുഖ്യം വിശ്വാസത്തിനെന്ന് VS ശിവകുമാർ. കോടതി പരാമർശത്തെ സ്വാഗതം ചെയ്ത G സുധാകരൻ. പത്താൻകോട്ട് ഭീകരാക്രമണത്തിൽ നടപടിയെടുത്ത് പാക് സർക്കാർ. 4 പേർ കസ്റ്റഡിയിൽ. നടപടി ഇന്ത്യ നൽകിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. ഇന്ത്യ നൽകിയ ഫോൺ നമ്പറുകൾ രജിസ്റ്റർ ചെയ്യാത്തവയെന്ന് പാക് സർക്കാർ. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇന്ത്യക്ക് കൈമാറി. കതിരൂർ മനോജ് വധക്കേസിൽ P ജയരാജൻ നാളെ CBIക്ക് മുന്നിൽ ഹാജരാകില്ല. വീണ്ടും മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയിൽ. കോടതി ഉത്തരവ് വന്ന ശേഷം ഹാജരാകുന്നതിൽ തീരുമാനം. CBI നടപടി രാഷ്ട്രീയ പ്രേരിതമെന്ന് P ജയരാജൻ. CPIMന് CBIയെ പേടിയെന്ന് VM സുധീരൻ. KM മാണിക്കെതിരായ ബാർ കോഴക്കേസിൽ തുടരന്വേഷണം പ്രതിസന്ധിയിൽ. ബാർ ഉടമകൾ നിസ്സഹകരണത്തിൽ മൊഴി നൽകുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. ഇനിയും സമയം അനുവദിക്കില്ലെന്ന് വിജിലൻസ്. 3 ആഴ്ച കൂടി വേണമെന്ന് ബാർ ഉടമകൾ. മികച്ച ഫുട്ബോളർക്കുള്ള FIFA ബാലൻ ഡിയോർ പുരസ്കാര പ്രഖ്യാപനം ഇന്ന് രാത്രി. മെസ്സിയും നെയ്മറും റൊണാൾഡോയും അന്തിമ പട്ടികയിൽ. ശബരിമലയിൽ 10നും 50നും വയസ്സ് പ്രായമുള്ള സ്ത്രീകളെ പ്രവേശിപ്പിച്ചുകൂടെ എന്ന് സുപ്രീം കോടതി. ഭരണഘടന വിലക്കാത്തിടത്തോളം കാലം ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നത് തടയാനാകില്ലെന്ന് കോടതി വിമർശിച്ചു. സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിക്കുന്നതിന് അനുകൂലമായ മുൻ നിലപാട് സംസ്ഥാന സർക്കാർ മാറ്റി. മതത്തെ സംബന്ധിച്ച വ്യത്യസ്ത നിലപാടുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെതാണ് മുൻ നിലപാടെന്ന് ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയെ അറിയിച്ചു. 10നും 50നും വയസ്സിനിടയിൽ പ്രായമുള്ള സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് യങ് ലോയേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന നൽകിയ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതി നിർണായകമായ പരാമർശങ്ങൾ നടത്തിയത്. സ്ത്രീകൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് ഭരണഘടനയിൽ വിലക്കുണ്ടോ എന്ന് ദേവസ്വം ബോർഡിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ KK വേണുഗോപാലിനോട് കോടതി ആരാഞ്ഞു. ഭരണഘടന വിലക്കാത്തിടത്തോളം കാലം എങ്ങനെ സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിക്കുന്നത് തടയാനാകുമെന്ന് കോടതി ചോദിച്ചു. മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് വിലക്കാൻ ഭരണഘടന അനുവദിക്കുന്നുള്ളൂ എന്നും കോടതി നിരീക്ഷിച്ചു. എന്നാൽ ക്ഷേത്രാചാര പ്രകാരം 42 ദിവസത്തെ വ്രതത്തിന് ശേഷമാണ് ശബരിമലയിൽ ഭക്തർ പ്രവേശിക്കുന്നതെന്ന് വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. ആർത്തവകാലത്ത് സ്ത്രീകൾക്ക് വ്രതശുദ്ധി ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ മഠവും ക്ഷേത്രവും രണ്ടാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. 1500 വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിക്കുകയും പൂജ ചെയ്യുകയും ചെയ്തില്ലെന്ന് എങ്ങനെ പറയാനാകുമെന്ന് കോടതി ആരാഞ്ഞു. വേദമന്ത്രങ്ങൾ ഉച്ചരിക്കുന്നതിന് മുമ്പ് സ്ത്രീകൾക്ക് വിലക്കുണ്ടായിരുന്നു. ഇത് പിന്നീട് മാറുകയാണ് ഉണ്ടായതെന്നും ജസ്റ്റിസ് ദീപക് മിശ്ര ചൂണ്ടിക്കാട്ടി. ഇതിനിടെ ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നതിന് അനുകൂലിക്കുന്ന മുൻ നിലപാട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ മാറ്റി. മാറിയ നിലപാട് വ്യക്തമാക്കി പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന് അനുമതി നൽകി. NSS ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകളും ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതിനെ എതിർത്തുകൊണ്ട് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നത് സംബന്ധിച്ച തീരുമാനം അനന്തമായി വൈകിപ്പിക്കാനാകില്ലെന്നും സുപ്രീം കോടതി സൂചിപ്പിച്ചു. ഹർജി അടുത്ത തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. B ബാലഗോപാൽ, റിപ്പോർട്ടർ, ദില്ലി. വിശ്വാസം പരിഗണിച്ച് മാത്രമേ സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനാവൂവെന്ന് ദേവസ്വം മന്ത്രി VS ശിവകുമാർ. ഒരു കാരണവശാലും സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കില്ലെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. അതേസമയം സ്ത്രീകളെ പ്രവേശിപ്പിക്കാമെന്ന നിലപാട് ആവർത്തിച്ച് മുൻ ദേവസ്വം മന്ത്രി G സുധാകരൻ രംഗത്തെത്തി. വിശ്വാസത്തെ ബാധിക്കാതെ മാത്രമേ തീരുമാനമെടുക്കാനാവൂ എന്നായിരുന്നു ദേവസ്വം മന്ത്രി VS ശിവകുമാറിന്റെ നിലപാട്. സർക്കാർ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം സുപ്രീം കോടതിയുടെ ചോദ്യത്തെ മുൻ ദേവസ്വം മന്ത്രി G സുധാകരൻ സ്വാഗതം ചെയ്തു. സ്ത്രീകൾ ബഹിരാകാശത്ത് പോകുന്ന കാലത്ത് എന്തുകൊണ്ട് ശബരിമലയിൽ പോയിക്കൂടെന്നും സുധാകരൻ ചോദിച്ചു. ശൂന്യാകാശത്ത് പോലും ആദ്യം പുരുഷൻ പോയി, പിന്നെ സ്ത്രീയും പോയി. ശബരിമലയിൽ തന്നെ രാജകുടുംബത്തിലെ 50 വയസ്സ് താഴെ സ്ത്രീകൾ കടന്നതായുള്ള തെളിവുകൾ ഞാൻ അവിടെ രേഖപ്പെടുത്തി. ഇപ്പോൾ സുപ്രീം കോടതി സ്ത്രീകൾക്ക് കടന്നുകൂടെ എന്ന് ചോദിച്ചെങ്കിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. എന്നാൽ ഒരു കാരണവശാലും സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കില്ലെന്നായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണന്റെ നിലപാട്. ഇക്കാര്യത്തിൽ മുൻ സർക്കാരിൽ നിന്നും വ്യത്യസ്തമായ നിലപാടാണ് ഇപ്പോഴത്തെ ബോർഡിൻ്റേത്. വിഷയം ചർച്ച ചെയ്യാൻ ദേവസ്വം ബോർഡിന്റെ അടിയന്തര യോഗം ചേരുമെന്നും ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. മതേതരത്വവും ജനാധിപത്യവും ഒക്കെ നമ്മുടെ ഭരണത്തിന്റെ ഭാഗമാണെങ്കിലും ആ ഭാഗം തന്നെയാണ് മതവിശ്വാസങ്ങളെ സംരക്ഷിക്കും എന്ന ഉറപ്പ്. ആ ഉറപ്പ് ഗവൺമെന്റിൽ നിന്നുണ്ടാകണം, കോടതികളിൽ നിന്നുണ്ടാകണം. ക്ഷേത്ര ആചാരങ്ങളെയും വിശ്വാസങ്ങളുടെയും കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് വിശ്വാസി സമൂഹവും തന്ത്രിമുഖ്യന്മാരുമാണെന്നായിരുന്നു BJPയുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, റിപ്പോർട്ടർ.
ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിക്കൂടെ എന്ന സുപ്രീം കോടതി പരാമർശത്തെക്കുറിച്ച് പരാമർശിക്കാൻ ഇല്ലെന്ന് തന്ത്രി മഹേഷ് മോഹനർ. ഇക്കാര്യത്തിൽ തന്ത്രി കുടുംബത്തിലെ മുതിർന്നവർ ആലോചിച്ച് മറുപടി പറയും. അതേസമയം സുപ്രീം കോടതി പരാമർശത്തിനെതിരെ തീർത്ഥാടകർ രംഗത്ത് വന്നു. ശബരിമലയിൽ സ്ത്രീകളുടെ പ്രവേശനം സംബന്ധിച്ച് സുപ്രീം കോടതി പരാമർശത്തോട് പ്രതികരിക്കാനില്ലെന്നായിരുന്നു തന്ത്രി മഹേഷ് മോഹനരുടെ നിലപാട്. ഇക്കാര്യത്തിൽ തന്ത്രി കുടുംബത്തിലെ മുതിർന്നവർ ആലോചിച്ച് മറുപടി പറയും. 41 ദിവസത്തെ വ്രതം അങ്ങനെ മറ്റ് പല കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് പണ്ടുള്ളവർ സ്ത്രീകൾക്ക് കൂടാന്ന് പറഞ്ഞിട്ടുള്ളത്. തനിക്ക് ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തുന്നതിന് പരിമിതിയുണ്ടെന്നും തന്ത്രി പറഞ്ഞു. എന്നാൽ കോടതി പരാമർശത്തോട് യോജിക്കാനാകില്ല എന്ന നിലപാടാണ് തീർത്ഥാടകർ സ്വീകരിച്ചത്. യോജിക്കാൻ അത് ആചാരപരമായി അങ്ങനെ ഇല്ല. ഇപ്പോൾ സ്ത്രീകളെ സാധാരണ വരാറില്ല, കടത്തി വിടാറില്ല. ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾക്കായി ഇന്ന് തന്നെ ദേവസ്വം ബോർഡ് മീറ്റിംഗും ചേരുന്നുണ്ട്. എസ് ശ്യാംകുമാർ, റിപ്പോർട്ടർ, സന്നിധാനം. ചർച്ചയിൽ അഡ്വക്കേറ്റ് കാളീശ്വരം രാജ്, പി കെ ശ്രീമതി ടീച്ചർ എം പി, ശ്രീമതി ബിന്ദു കൃഷ്ണ, ശ്രീമതി ആർ പാർവതി ദേവി, ശ്രീ വി വി രാജേഷ് തുടങ്ങിയവർ പങ്കെടുക്കുന്നു. ആദ്യം അഡ്വക്കേറ്റ് കാളീശ്വരം രാജ്, സ്ത്രീകൾക്ക് ശബരിമല പ്രവേശനം അനുവദിച്ചുകൊണ്ട് ഉത്തരവിടാൻ സുപ്രീം കോടതിക്ക് സാധിക്കുമോ? വളരെ പ്രയാസമാണത്. കാരണം തീർച്ചയായിട്ടും ഇന്ന് ആ രീതിയിലുള്ളൊരു ചോദ്യം സുപ്രീം കോടതി ചോദിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആഴത്തിലുള്ള ഒരു വിശകലനത്തിൽ പ്രശ്നത്തിൻ്റെ വ്യത്യസ്ത തലങ്ങൾ, ഭരണഘടനാപരമായ വശങ്ങളടക്കം പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ഒരു അഭിപ്രായം സുപ്രീം കോടതി അന്തിമ വിധിയിലും പറയുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. അതിന് കാരണങ്ങളുണ്ട്. ഒന്നാമതായി വിശ്വാസ സംരക്ഷണത്തിന്റെ പ്രശ്നവും ലിംഗസമത്വത്തിന്റെ പ്രശ്നവും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യമായിട്ടാണ് ഈ കേസ് സുപ്രീം കോടതി കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നതിൽ തർക്കമില്ല. പക്ഷേ പലപ്പോഴും മറ്റ് വിധത്തിലുള്ള മൗലികാവകാശങ്ങൾ, ഇപ്പോൾ തുല്യതക്കുള്ള അവകാശം, ലിംഗസമത്വത്തിലുള്ള അവകാശം, തുല്യനീതിക്കുള്ള അവകാശം, ഇത്തരത്തിലുള്ള 14, 15, 16 അനുച്ഛേദങ്ങൾ അനുസരിച്ചിട്ടുള്ള അവകാശങ്ങളും മതവിശ്വാസം സംബന്ധിക്കുന്ന മൗലികാവകാശങ്ങളും അത് ഭരണഘടനയുടെ 25 മുതൽ 30 വരെയുള്ള അനുച്ഛേദങ്ങളിലാണ് വ്യവഹരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു 2 വിഭാഗത്തിലുള്ള മൗലികാവകാശങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം വന്നു കഴിഞ്ഞാൽ പലപ്പോഴും വിശ്വാസ സംരക്ഷണത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സുപ്രീം കോടതി 954 റിപ്പോർട്ട് ചെയ്യപ്പെട്ട ശിരൂർ മഠ് കേസ് തൊട്ട് അവലംബിച്ചു പോന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല വളരെ എളുപ്പത്തിൽ കേവലം ഒരു ലിംഗസമത്വത്തിന്റെ പ്രശ്നം മാത്രമായി ഇതിനെ കണ്ട് ഇതിലിടപെടും. ഇന്ന് പറഞ്ഞ രീതിയിലുള്ള, ഇന്ന് നടത്തിയ പരാമർശത്തിന്റെ തന്നെ അടിസ്ഥാനത്തിലുള്ള ഒരു അന്തിമ വിധി വരാനുള്ള സാധ്യത എന്റെ അഭിപ്രായത്തിൽ കുറവാണ്. പക്ഷെ വ്യവഹാരത്തിന്റെ അനിശ്ചിതത്വങ്ങൾ എല്ലാ കേസുകളിലും എന്നതുപോലെ ഈ കേസിലും ഉണ്ടാകും. തുടരുക അഡ്വക്കേറ്റ് കാളീശ്വരം രാജു. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇപ്പോൾ സംസ്ഥാന സർക്കാരിനോട് നിലപാട് വ്യക്തമാക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു സത്യവാങ്മൂലം സംസ്ഥാന സർക്കാർ നൽകണം. മുൻ സർക്കാർ ഇക്കാര്യത്തിൽ എടുത്ത നിലപാട് സ്ത്രീകൾക്ക് ശബരിമല പ്രവേശം പ്രായഭേദമന്യേ ആകാം എന്നുള്ളതാണ്. ഈ സർക്കാരിന്റെ കാലത്ത് കൊടുക്കേണ്ട സത്യവാങ്മൂലം എന്താണ്? തീർച്ചയായും അത് തന്നെ കൊടുക്കണമെന്നാണ് എന്നെ പോലെയുള്ള ഭക്തർ ആഗ്രഹിക്കുന്നത്. സ്ത്രീ ആയതുകൊണ്ട് മാത്രം ക്ഷേത്രാരാധനയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ഉചിതമാണ് എന്ന അഭിപ്രായമില്ല. ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും പേര് പറഞ്ഞ് ഈ രാജ്യത്തെ സ്ത്രീകളെ ക്ഷേത്രങ്ങളിൽ നിന്നും വീടിന്റെ പൂമുഖത്ത് നിന്നും ഒക്കെ മാറ്റി നിർത്തിയിരുന്ന ഒരുപാട് കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് ഒക്കെ നമ്മൾ മാറി ഒരുപാടിടങ്ങളിൽ ഇന്ന് സ്ത്രീ എത്തപ്പെട്ടിരിക്കുന്നു. പക്ഷെ കലിയുഗ വരദായനായ ശബരീശനെ കാണുവാനുള്ള സ്ത്രീയുടെ അവകാശം 10 വയസ്സിന് ശേഷം നിഷേധിക്കപ്പെടുന്നത് തീർച്ചയായും വേദനാജനകമാണ്. ഏത് ആചാരത്തിന്റെ വ്യത്യസ്തതകൾ കൊണ്ട് അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഭഗവാനെ കാണാൻ കഴിയരുത് എന്ന് പറയുന്നത് ശരിയാണ് എന്ന അഭിപ്രായമില്ല. ഏത് കാര്യത്തിലായാലും ഈ രാജ്യത്തെ, കേരളത്തിലെ ആയാലും ക്ഷേത്രങ്ങളെ കുറിച്ച് എടുത്തു നോക്കിയാൽ ക്ഷേത്രാരാധന നടത്തുന്നതിൽ ബഹുഭൂരിപക്ഷം, ഏതാണ്ട് 70% കൂടുതൽ സ്ത്രീകൾ തന്നെയാണ്. ആ സ്ത്രീകൾക്ക് അയ്യപ്പ ദർശനം പാടില്ല എന്ന് പറയുമ്പോൾ ശുദ്ധിയുടെ പേര് പറഞ്ഞാണ് അങ്ങനെ ആചാരങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ക്ഷേത്ര ദർശനത്തിന് മറ്റാരേക്കാൾ ശുദ്ധിയും ദേഹശുദ്ധിയും മനഃശുദ്ധിയും ഒക്കെ നോക്കി പോകുന്നവരാണ്, വ്രതമെടുത്ത് പോകുന്നവരാണ്. നിത്യദർശനത്തിനാണെങ്കിൽ പോലും വ്രതമെടുത്ത് പോകുന്നവരാണ് സ്ത്രീകൾ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ കാര്യത്തിൽ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ മതവിശ്വാസത്തെ
എതിർത്തു പോകുന്നു എന്ന തോന്നൽ വരുമെന്നുള്ളത് കൊണ്ട് പലരും അത് പറയുന്നില്ലെങ്കിലും ഭഗവാനെ കാണുവാൻ 50 60 വയസ്സ് കഴിഞ്ഞിട്ട് ചെല്ലുമ്പോൾ മല കയറാൻ കഴിയാതെ ആഗ്രഹ സാഫല്യം നേടാതെ ഇഹലോകവാസം വെടിയുന്ന ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട്. പല സ്ത്രീകളും ഇപ്പോൾ എല്ലാ വർഷവും ശബരിമല സീസൺ ആകുമ്പോൾ ഒരുപാട് സഹോദരിമാർ പറയുന്നുണ്ട്, അന്ന് അയ്യപ്പന്റെ സന്നിധിയിൽ ഇനി എന്താണാവോ പോകാൻ കഴിയുന്നത്. കടുത്ത ഭക്തരെ സംബന്ധിച്ചിടത്തോളം അത് നിരാശയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു നിരാശ ഉണ്ടാക്കരുത്. അങ്ങനെ ഒരു നിരാശയ്ക്ക് പരിഹാരം ഇവിടെ അഡ്വക്കേറ്റ് ശ്രീ കാളീശ്വരൻ രാജ് സൂചിപ്പിച്ചതുപോലെ ഭരണഘടനാപരമായ നിയമങ്ങളെ അവലോകനം ചെയ്യുമ്പോൾ വ്യക്തികളുടെ മൗലിക അവകാശത്തെക്കാൾ മതവിശ്വാസങ്ങൾക്ക് മുൻഗണന പലപ്പോഴും കോടതികൾ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ മറിച്ചൊരു ചിന്ത വരുന്ന സൂചന അല്ലെങ്കിൽ വരേണ്ടതാണ്. തീർച്ചയായും വരേണ്ടതാണ് എന്നുള്ളതാണ് അഭിപ്രായം. തുടരണം ശ്രീമതി ബിന്ദു കൃഷ്ണ. ശ്രീമതി പി കെ ശ്രീമതി ടീച്ചർ, താങ്കൾ അംഗമായ സർക്കാർ ഇക്കാര്യത്തിൽ ശബരിമലയിൽ പ്രായഭേദമന്യേ സ്ത്രീകൾക്ക് പ്രവേശനമാകാം എന്ന നിലപാടെടുത്തിരുന്നു. ഇപ്പോൾ ഈ സർക്കാരിനെ സംബന്ധിച്ച് ഒരു നിലപാടെടുക്കേണ്ടി വരികയാണ്. ആ നിലപാട് പ്രസക്തവുമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പക്ഷേ ഒരു കാരണവശാലും സ്ത്രീകളെ ശബരിമല സന്നിധാനത്ത് പ്രവേശിപ്പിക്കുകയില്ല, 10 മുതൽ 50 വയസ്സ് പ്രായമുള്ള സ്ത്രീകളെ പ്രവേശിപ്പിക്കുകയില്ല എന്ന ഉറച്ച നിലപാടിലുമാണ്. ഇക്കാര്യത്തിലൊരു സമവായം ഉണ്ടാകാതെ, എല്ലാവരും ഇക്കാര്യത്തിൽ യോജിക്കാതെ ഏതെങ്കിലും ഒരു തീരുമാനം അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് ഒരു പക്ഷേ കാര്യങ്ങളെ കൂടുതൽ കലുഷിതമാക്കിയേക്കാം. എന്താണ് താങ്കളുടെ നിലപാട്? നമ്മുടെ രാജ്യത്ത് എല്ലാ പൗരന്മാർക്കും അവകാശങ്ങൾ ഒരുപോലെയാണ്. ഇപ്പോൾ ഈശ്വരവിശ്വാസിയും ദൈവഭക്തിയുമായിട്ടുള്ള നമ്മുടെ ബിന്ദു കൃഷ്ണ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു. അവർക്ക് താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട് ശബരിമലയിലേക്ക് പോകണം എന്നുള്ളത്. ആ അവകാശം അവർക്കുള്ള ആ പോകണമെന്ന അവരുടെ ആഗ്രഹത്തിന് കടിഞ്ഞാണിടുന്നതാണോ ശരി, അതോ ദൈവത്തിന്റെ സമീപത്തിലേക്ക് അവർ വിശ്വാസി എന്നുള്ള നിലയിൽ, ദൈവഭക്ത എന്നുള്ള നിലയിൽ ശബരിമലയിലേക്ക് പോകണം എന്നുള്ള ഒരു കാര്യം വരുമ്പോ അത് നിഷേധിക്കുന്നതാണോ ദേവസ്വം ബോർഡിന്റെ കടമ, അതോ സുപ്രീം കോടതി ഇത്രയും നല്ലൊരു ഒരു നിരീക്ഷണം നടത്തിയ സാഹചര്യത്തിൽ അതിനെ സംബന്ധിച്ച് പരിശോധിക്കാം എന്ന് പറയുന്നതാണോ? ആചാരങ്ങൾ ഇതും പലപ്പോഴും പല രൂപത്തിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ക്ഷേത്ര പ്രവേശന വിളംബരം എല്ലാവർക്കും അറിയുന്നതല്ലേ. നമ്മുടെ കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന പാവപ്പെട്ടവരായ ധാരാളം ആളുകളെ പ്രവേശിപ്പിച്ചിരുന്നില്ല. അതൊരു അവകാശമാണ്, അവരുടെ അവകാശമാണെന്ന് വളരെ ശക്തമായി ആവശ്യപ്പെട്ടുകൊണ്ട് മഹാന്മാരായ കേളപ്പജിയും AKGയും എല്ലാം നടത്തിയിട്ടുള്ള വീറുറ്റ പോരാട്ടങ്ങളുണ്ട്. അതുവഴി കേരളത്തിലും ഇന്ത്യയിലുമുള്ള എല്ലാവർക്കും എല്ലാ ക്ഷേത്രങ്ങളിലും പ്രവേശനം ചെയ്യാം എന്നുള്ള നില വന്നു. അപ്പോ സ്ത്രീകള് ഒരു പ്രത്യേകിച്ച് ശബരിമല പോലുള്ള ലക്ഷക്കണക്കിന് ഭക്തർ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സന്നിധാനത്തിലേക്ക് ഭക്തരായിട്ടുള്ള വിശ്വാസികളായ നമ്മുടെ സഹോദരിമാർക്ക് പോകണം എന്ന ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അവരെ എന്തിനാണ് പറയുന്നത്? എന്തിന്റെ പേരിലാണ്? പ്രകൃതിദത്തമായി സ്ത്രീകൾക്കുണ്ടാവുന്ന പ്രകൃതിയുടേതായിട്ടുള്ള ചില പ്രത്യേകതകൾ കാരണം അവർക്ക് പോയിക്കൂടാ എന്നൊക്കെ പറയുന്നത് മനുഷ്യനുണ്ടാക്കിയതല്ലേ, മനുഷ്യനുണ്ടാക്കിയ ആചാരക്രമമല്ലേ. അത് സ്ത്രീ തീർച്ചയായിട്ടും ബിന്ദു കൃഷ്ണ പറയുന്നതിൽ വളരെ കാര്യമുണ്ടെന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും തുടരുക ശ്രീമതി ടീച്ചർ. ശ്രീ VV രാജേഷ്, ഇത് കേവലം നമ്മുടെ സംസ്ഥാനത്തെ സ്ത്രീകളുടെ ആഗ്രഹം അല്ലെങ്കിൽ വിശ്വാസികളായ സ്ത്രീകളുടെ ആഗ്രഹം എന്നതിനപ്പുറത്ത് ഒരു വ്യക്തിയുടെ തുല്യതയ്ക്കുള്ള അവകാശത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാരെയും തുല്യരാണ് എന്ന് വിഭാവനം ചെയ്യുന്നു. എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശം നൽകുന്നു. വിവേചനത്തിനെതിരായ അവകാശവും ഭരണഘടനാ ദത്തമാണ്. അങ്ങനെ ഇരിക്കെ ഏതെങ്കിലും ഒരാൾക്ക് ലിംഗത്തിൻ്റെ പേരിൽ ഒരു അവകാശം നിഷേധിക്കുക എന്നുള്ളത് ഒരു തരത്തിലും അനുവദിക്കാൻ പാടില്ലല്ലോ. സുപ്രീം കോടതി ആ നിലയ്ക്കുള്ള ആ ദിശയിലുള്ള ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നു. അതിനനുസൃതമായ ഒരു വിധി ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. ഇന്ത്യയിലുള്ള എല്ലാ ആരാധനാലയങ്ങളിലും എങ്ങനെ പെരുമാറണം എന്ന് ഒരിടത്തും ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. ഭരണഘടന അതിനുള്ളതുമല്ല. ശബരിമലയിൽ അല്ലെങ്കിൽ ഏതൊരു ക്ഷേത്രത്തിലും ക്ഷേത്രത്തിൻ്റെ അവസാന വാക്ക് തന്ത്രിയാണ്. രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവസാന അഭിപ്രായം ഞങ്ങൾ പറയുന്നില്ല. ഇങ്ങനെ ഒരു ചോദ്യം പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഉയർന്നു വന്ന സ്ഥിതിക്ക്, പ്രത്യേകിച്ചും ഇതൊരു വിധിയൊന്നുമല്ല, ഒരു കമൻറ്റ്, എന്താ സ്ത്രീകൾക്ക് അവിടെ പ്രവേശിച്ചുകൂടെ എന്ന് സുപ്രീം കോടതി ചോദിച്ചാൽ ഒരു കമൻറ്റ്, അങ്ങനെ ഒരു ചർച്ച വന്ന സ്ഥിതിക്ക് ഇതിൽ അവസാന വാക്ക് എന്നുള്ള നിലയ്ക്ക് തന്ത്രി അഭിപ്രായം പറയട്ടെ. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ആചാരാനുഷ്ഠാനങ്ങളിൽ അവസാന വാക്ക് തന്ത്രിയുടേതും ഇപ്പോൾ നിലവിലുള്ള സിസ്റ്റത്തിൽ ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെട്ട് അഭിപ്രായം പറയേണ്ട ദേവസ്വം ബോർഡുമാണ്. അപ്പോൾ തന്ത്രിയോട് അഭിപ്രായം ചോദിച്ച് ദേവസ്വം ബോർഡ് സുപ്രീം കോടതി അറിയിക്കട്ടെ. ഇനി അതിലപ്പുറം ഒരു ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ പൊതുസമൂഹത്തിൽ നിന്നും, അത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് മാത്രമല്ല,
അത് സാമുദായിക സംഘടനകളിൽ നിന്നും മറ്റ് ഹൈന്ദവ സംഘടനകളിൽ നിന്നും അയ്യപ്പ സേവാ സമാജങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് ശബരിമലയിലേക്ക് വരുന്ന സംഘങ്ങളുണ്ട്. അവരിൽ നിന്നൊക്കെ തന്നെ അഭിപ്രായം രൂപീകരിച്ചുകൊണ്ട് തന്ത്രിയുടെ അഭിപ്രായം ശേഖരിച്ച് ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയെ സമീപിക്കട്ടെ. അത്തരത്തിലാണ് ഇതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടതാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പിന്നെ ബഹുമാനപ്പെട്ട ശ്രീ ജി സുധാകരൻ മുൻ മന്ത്രി അദ്ദേഹത്തെ പോലെ വിഡ്ഢിത്തങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് ശൂന്യാകാശത്തിൽ സ്ത്രീകൾ പോകുന്നുവെന്ന്. ശബരിമല ശൂന്യാകാശത്തിലല്ലാതെ ഭൂമിയിലാണ് ഇരിക്കുന്നതെന്ന് അദ്ദേഹം ദേവസ്വം മന്ത്രിയായിട്ട് പോലും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ദേവസ്വം മന്ത്രി വി എസ് ശിവകുമാർ ടെലിഫോൺ ലൈനിൽ. ശ്രീ വി എസ് ശിവകുമാർ, സർക്കാർ കോടതിയെ നിലപാട് അറിയിക്കേണ്ടതുണ്ട്. എന്താണ് സർക്കാരിന്റെ നിലപാട്? മിനിസ്റ്റർ, ഈ ശബരിമലയിലെ സ്ത്രീകളുടെ പ്രവേശനം സംബന്ധിച്ച് സർക്കാരിന്റെ നിലപാട് എന്താണ് കോടതിയെ അറിയിക്കുക? ഇപ്പോൾ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഭരണകാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡ് അവരുടേതായിട്ടുള്ള നിലപാട് ഇപ്പൊ തന്നെ കോടതിയെ അറിയിച്ചിട്ടുണ്ട്, സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതെ, ഗവൺമെന്റ് സാധാരണഗതിയിൽ ഇപ്പോ ശബരിമല ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ കീഴിലാണെങ്കിൽ ശബരിമലയുടെ പ്രത്യേകമായിട്ടുള്ള വികസന കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു പ്രത്യേകമായ ഒരു കമ്മിറ്റി വെച്ച് ഒരു ഹൈപ്പവർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ട് അവിടെ തുക കൊടുത്ത് സാമ്പത്തികം കൊടുത്ത് വികസന പ്രവർത്തനം നടത്തും. അത് ശബരിമലയുടെ വികസനത്തിന് വേണ്ടി. പക്ഷെ അവിടെയുള്ള മറ്റു ആരാധനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ അതൊന്നും തീരുമാനിക്കുന്നത് ഗവൺമെന്റ് അല്ല, ദേവസ്വം ബോർഡാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോ ശബരിമലയിൽ ഇപ്പോൾ സ്ത്രീകളെ കയറ്റില്ല എന്ന് പറയുന്നില്ല. 10 വയസ്സിന് മുമ്പും 50 വയസ്സിന് ശേഷമുള്ള സ്ത്രീകളെ ഇപ്പോഴും കയറ്റുന്നുണ്ട്. പക്ഷെ അവിടെ നൂറ്റാണ്ടുകളായി തുടർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആചാരങ്ങളും വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള അനുഷ്ഠാനങ്ങളും ഒക്കെ അവിടെയുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു തീരുമാനം ആണ് ദേവസ്വം ബോർഡ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെതായ വ്യക്തമായ കാഴ്ചപ്പാട് തന്ത്രിയൊക്കെയാണ് തീരുമാനിക്കുന്നത്. ഗവൺമെന്റും തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു സമീപനമായിരിക്കും ആലോചിച്ച്. ഇതിൽ മിനിസ്റ്റർ, കഴിഞ്ഞ സർക്കാർ ഇക്കാര്യത്തിൽ പ്രായഭേദമന്യേ സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശിക്കാം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം എന്ന നിലപാടാണ് പറഞ്ഞിരുന്നത് എങ്കിൽ ഈ സർക്കാർ ഇനി സത്യവാങ്മൂലം നൽകുമ്പോൾ ദേവസ്വം ബോർഡിന്റെ നിലപാടിന് അനുസൃതമായ നിലപാടായിരിക്കും സ്വീകരിക്കുക. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ വിശ്വാസികളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് ഈ ഗവൺമെന്റ് എടുക്കില്ല. ഓരോ ക്ഷേത്രങ്ങളും അല്ല, അതിൽ മിനിസ്റ്റർ ഒരു അഭിപ്രായ വ്യത്യാസമുള്ളത്, വിശ്വാസികൾ എന്ന് പറയുമ്പോൾ പുരുഷന്മാരായ വിശ്വാസികൾ മാത്രമല്ലല്ലോ. താങ്കളുടെ പാർട്ടിയുടെ മഹിളാ വിഭാഗത്തിന്റെ നേതാവ് കൂടിയായ വിശ്വാസി കൂടിയായ ബിന്ദു കൃഷ്ണ ഈ ചർച്ചയിലുണ്ട്. അവർ പറഞ്ഞത് കേരളത്തിലെ ആയിരക്കണക്കിന് വരുന്ന വനിതകളായ ഭക്തന്മാരുടെ ആഗ്രഹം, ഭക്തകളുടെ ആഗ്രഹം എങ്ങനെയെങ്കിലും ഒന്ന് ശബരിമല ദർശനം സാധ്യമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ സമൂഹത്തിലെ ഒരു വിഭാഗത്തിന് അങ്ങനെയും ആഗ്രഹമുണ്ട്. അല്ല, അതാണ് ഇപ്പോ ഇത് ഇത്രയും കാലം തുടർന്നു വന്ന ഒരു ആചാരവും അനുഷ്ഠാനവും ഉണ്ടല്ലോ. അത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വിശ്വാസികളുടെ വികാരങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള തീരുമാനമായിരിക്കും ഗവൺമെന്റ് ഈ കാര്യത്തിൽ ആലോചിച്ചെടുക്കുക. അതനുസരിച്ചിട്ടുള്ള ഒരു അഫിഡവിറ്റ് ആയിരിക്കും ഗവൺമെന്റ് ഫയൽ ചെയ്യുക. ഒരു എത്രയോ കാലമായിട്ട് തുടർന്ന്, പ്രത്യേകിച്ച് ശബരിമല പോലെയുള്ള ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്നു, ഇപ്പൊ തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രം രാത്രി 8 മണിക്ക് ശേഷമേ അവിടെ സ്ത്രീകൾക്ക് കയറാൻ കഴിയുള്ളൂ. തിരുവനന്തപുരം ജില്ലയിൽ മലയങ്കീഴ് ക്ഷേത്രമുണ്ട്, അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. ഇതൊക്കെ കാലാകാലങ്ങളായി തുടർന്നു വരുന്ന ആ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. അപ്പൊ ഈശ്വര വിശ്വാസികളായിട്ടുള്ള ആളുകൾ, അത് ഏത് മതവിശ്വാസികൾ, അതിലൊന്നും ഗവൺമെന്റ് ഇടപെടില്ല. ഗവൺമെന്റ് ആ വിശ്വാസങ്ങൾ, അത്തരത്തിലുള്ള ആചാരങ്ങൾ അത് തുടർന്നു പോകുന്നതിനുള്ള ഒരു സമീപനം ആയിരിക്കും. അല്ല, ഇതിൽ മിനിസ്റ്റർ കോടതി ചൂണ്ടിക്കാണിക്കുന്നത് ഭരണഘടനാപരമായി സ്ത്രീകൾ ഒരു സ്ഥലത്ത് പോകാൻ പാടില്ല എന്ന് പറയാൻ കോടതിക്ക് പറ്റില്ല എന്നുള്ളതാണ്. ആ വിഷയമാണ്, ആളുകളുടെ മൗലികാവകാശം സംബന്ധിച്ച വിഷയമാണ് കോടതിയുടെ മുന്നിലുള്ളതും. അവിടെയാണ് ഭരണകൂടത്തോട് ഒരു നിലപാട് തേടുന്നത്. അതുകൊണ്ട് വിശ്വാസ സംബന്ധിയായ വിഷയങ്ങൾ എങ്ങനെയാണ് മൗലികാവകാശത്തെക്കാൾ വലിയതാവുക? അങ്ങനൊരു പ്രശ്നം സർക്കാരും അഭിമുഖീകരിക്കേണ്ടി വരും. ഇത് ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യമായിട്ട് കാണേണ്ടതില്ല. കാരണം ഇതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. നമ്മുടെ ഈശ്വര വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ ഒരു ക്ഷേത്രാരാധനയും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒക്കെ ഉള്ള ഒരു ആചാരങ്ങൾ, പിന്തുടർന്നു വരുന്ന ഒരു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട്. ദേവസ്വം ബോർഡ് അതുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു സമീപനം അവരെടുത്തത്. വിശ്വാസികളല്ലാത്ത ആളുകൾക്ക് പലതും പറയാം, പല കാര്യങ്ങളും പറയാം.
അപ്പൊ ഇപ്പൊ ഇവിടെ നമ്മുടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കാര്യം തന്നെ വന്നല്ലോ. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നപ്പോൾ ഗവൺമെന്റ് സമീപനം ഇത് തന്നെയാണ്. വിശ്വാസികളുടെ ആ ഒരു താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് ഗവൺമെന്റ് എടുത്തത്. അന്ന് മുഖ്യമന്ത്രി ഞാനും പറഞ്ഞ കാര്യം അത് തന്നെയാണ്. അല്ല, അതിൽ ഈ വിശ്വാസികളുടെ താല്പര്യം എന്നുള്ളതിനെ എങ്ങനെയാണ് മിനിസ്റ്റർ സർക്കാർ കണ്ടെത്തുക? വിശ്വാസികൾക്ക് പല താല്പര്യങ്ങൾ ഉണ്ടാകുമല്ലോ, പല താല്പര്യങ്ങളുള്ള പല നിലപാടുകളുള്ള വിശ്വാസികൾ ഉണ്ടാകുമല്ലോ. വിശ്വാസികളുടെ പൊതു താല്പര്യം ഇതാണ് എന്ന് ഏത് മാനദണ്ഡ പ്രകാരമാണ് സർക്കാർ മനസ്സിലാക്കുക? അല്ല, ദേവസ്വം ബോർഡും അവിടെ ഇപ്പോൾ ശബരിമലയിൽ ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആരാധനയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്ത്രിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഗവൺമെന്റ് ആ കാര്യത്തിൽ അവരെ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ കഴിഞ്ഞാൽ അതിനകത്ത് വലിയ പ്രത്യാഘാതങ്ങളുണ്ടാകും. അപ്പൊ ആ ഒരു സാഹചര്യം കൂടെ വിലയിരുത്തിക്കൊണ്ട് ഗവൺമെന്റ് ആലോചിച്ചിട്ട് ഒരു തീരുമാനം. അത് ജാഗ്രതയുള്ള സമീപനമാണ്. പ്രത്യാഘാതങ്ങൾ കൂടി വിലയിരുത്തിക്കൊണ്ടേ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ. ദേവസ്വം ബോർഡിന്റെ സമീപനത്തിന് അനുഗുണമായ സമീപനമായിരിക്കും സർക്കാരിൻ്റേത് എന്ന് ദേവസ്വം മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ശ്രീമതി ആർ പാർവതി ദേവി, ഇത് മൗലികാവകാശത്തിന്റെ പ്രശ്നമല്ല, മറിച്ച് വിശ്വാസവുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങളിൽ തന്ത്രിയാണ് അല്ലെങ്കിൽ താന്ത്രിക ആചാര്യന്മാരാണ് അഭിപ്രായം പറയേണ്ടത്. അതിനപ്പുറത്തുള്ള ഏതെങ്കിലും ഭരണഘടനാ ദത്തമായ അവകാശം ഇക്കാര്യത്തിൽ വരുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു? തീർച്ചയായിട്ടും സുപ്രീം കോടതിയുടെ പരാമർശത്തെ സ്വാഗതം ചെയ്യുന്നു. കാരണം സ്ത്രീക്ക് ആർത്തവമുണ്ട് എന്നുള്ളത് കൊണ്ട് സ്ത്രീ അശുദ്ധയാണ് എന്ന് കരുതുന്ന ആ കാഴ്ചപ്പാടിന് ഒരു വ്യത്യാസമാണ് സുപ്രീം കോടതിയുടെ പരാമർശം. ആ രീതിയിൽ സ്ത്രീ അശുദ്ധയാണെന്നും സ്ത്രീക്ക് ഈശ്വരന്മാരുടെയോ അല്ലെങ്കിൽ ശ്രീകോവിലോ ക്ഷേത്രത്തിനോ ദൂരെ നിൽക്കണം എന്നത് അവൾ അശുദ്ധയായതുകൊണ്ടാണ് എന്ന ആ കാഴ്ചപ്പാടിന് വ്യത്യാസം. പക്ഷെ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഒരു ക്ഷേത്രത്തിലും ആർത്തവ വേളയിൽ സ്ത്രീകൾക്ക് പോകാൻ പാടില്ല. ഹിന്ദു വിശ്വാസ പ്രകാരം എല്ലാ വിശ്വാസികളായ സ്ത്രീകളും ആ രീതിയിൽ തന്നെയാണ്. കാരണം ആർത്തവകാലത്ത് ക്ഷേത്രത്തിൽ പോയാൽ ദൈവകോപം ഉണ്ടാകും എന്ന് ഈശ്വരവിശ്വാസികൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവർ സ്വയം തന്നെ, നമുക്കറിയാം ഓരോ ക്ഷേത്രത്തിലും ഇവൾക്ക് ആർത്തവമുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു സംവിധാനമില്ല. ഒരു വിശ്വാസി സ്വയമാണ് ആ കാല അളവിൽ അമ്പലങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ 41 ദിവസം വ്രതമെടുക്കണം, നമുക്കറിയാമല്ലോ. പിന്നെ ഇവിടെ 10 വയസ്സ് മുതൽ 50 വയസ്സ് വരെ എന്ന് പറയുന്നു. ഇവിടെ 10 മുതൽ 50 വയസ്സ് വരെയാണോ പ്രശ്നം, ആർത്തവമാണോ പ്രശ്നം? ഇന്ന് 8 വയസ്സിലും 9 വയസ്സിലും കുഞ്ഞുങ്ങൾ പീരീഡ്സ് തുടങ്ങുന്നുണ്ട്. 50 വയസ്സിന് മുൻപ് തന്നെ 40-35 വയസ്സിൽ ഗർഭപാത്രവും ഓവറിയും എല്ലാം എടുത്തു മാറ്റുന്ന എത്രയോ സ്ത്രീകളുണ്ട്. അപ്പോൾ ആർക്കാണ് പോകാൻ പാടില്ലാത്തത്, ആർക്കാണ് പോകാവുന്നത്? പിന്നെ 50 വയസ്സ് എന്ന് പറയുമ്പോൾ 60 വയസ്സായിട്ടും ആർത്തവം നിൽക്കാത്തവരുണ്ട്. അപ്പോൾ ഇവിടെ ആർത്തവമാണോ പ്രശ്നം, പ്രായമാണോ പ്രശ്നം? അങ്ങനെ പ്രായമാണെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മതിയോ? അതല്ല ആർത്തവമാണ് പ്രശ്നമെങ്കിൽ ആർത്തവം ഇല്ല എന്നെങ്ങനെ തെളിയിക്കും? നമ്മളിപ്പോൾ മദ്യം കഴിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നത് പോലെ ആർത്തവം ഉണ്ടോ ഇപ്പോൾ എന്ന് നമുക്ക് പരിശോധിക്കാൻ കഴിയുമോ? അപ്പോൾ എന്താണ് പ്രശ്നം ഇവിടെ? അപ്പോൾ യഥാർത്ഥത്തിൽ ശബരിമലയിൽ സ്ത്രീകളെ അനുവദിക്കുകയും സ്വയം വിശ്വാസികളായ സ്ത്രീകൾ അതിൽ നിന്ന് മാറി നിൽക്കുകയും, ഇപ്പോൾ 41 ദിവസം വ്രതം എടുത്തിട്ടാണോ ഇന്നിപ്പോൾ എല്ലാ പുരുഷന്മാരും ശബരിമലയിൽ പോകുന്നത്? ഒരിക്കലുമല്ല. വലിയൊരു വിഭാഗം പുരുഷന്മാർ ഈ വ്രതമൊന്നും നോക്കാതെ തന്നെ ശബരിമലയിൽ പോകുന്നുണ്ട്. അത് പരിശോധിക്കാൻ വല്ല എന്തെങ്കിലും വ്യവസ്ഥയുണ്ടോ? അപ്പോൾ അതൊരു സ്വയം വിശ്വാസമാണ്. അതെ, ഇത് അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല എന്ന് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നു. ദയവായി തുടരുക. കുമാരി ബി അരുന്ധതി ടെലിഫോൺ ലൈനിൽ. അരുന്ധതി, ഇക്കാര്യത്തിൽ ശബരിമലയിൽ പ്രവേശിക്കുക എന്നുള്ളത് സ്ത്രീകളെ സംബന്ധിച്ച് അവർ പോരാടി നേടേണ്ട ഒരു മൗലികാവകാശമാണോ? 1-2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, ടെലിഫോൺ കട്ടായി, ഞാൻ വിളിക്കാം. അഡ്വക്കേറ്റ് കാളീശ്വരം രാജ്, നമ്മൾ ഇതിൻ്റെ ഭരണഘടനാപരമായ സാധുതയിലേക്ക് വന്നാൽ, ഇന്നിപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഭരണഘടനാ പ്രകാരം സ്ത്രീകളെ മാറ്റി നിർത്താനാവില്ല എന്നാണ്. താങ്കൾ നേരത്തെ ആർട്ടിക്കിൾ 14, 15, 16 ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. മതസ്വാതന്ത്ര്യം എല്ലാ പൗരന്മാർക്കും അനുവദിക്കുന്ന ആർട്ടിക്കിൾ 25 തന്നെ ഹിന്ദു മതവിശ്വാസികളായ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും പ്രവേശനമുണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഓൾ സെക്ട്സ് ആൻഡ് ഓൾ ക്ലാസ്. അപ്പോൾ അങ്ങനെ ഭരണഘടന വളരെ സ്പെസിഫിക്കായി ഹിന്ദു മതവിശ്വാസികളായ എല്ലാ വ്യക്തികൾക്കും എല്ലാ ക്ഷേത്രങ്ങളിലും പ്രവേശനമുണ്ട് എന്ന് പറയുമ്പോൾ ഭരണഘടനാ പ്രകാരം സ്ത്രീകളെ മാറ്റി നിർത്തുക എന്നുള്ളത് സാധ്യമായ ഒന്നാണോ? അതും യഥാർത്ഥത്തിൽ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു വിശ്വാസത്തിൻ്റെ യുക്തി
കോടതികൾ സാധാരണ പരിശോധിക്കാറില്ല. ഒരുപക്ഷെ വിശ്വാസം തന്നെ അയുക്തികമാകാം, അതൊരു അഭിപ്രായത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ വിശ്വാസം അംഗീകരിക്കുക എന്നുള്ളതിൽ ബാഹ്യമായിട്ടുള്ള ഒരു യുക്തി കൊണ്ടല്ല വിശ്വാസത്തെ കോടതി വിലയിരുത്തുന്നത്. അങ്ങനെ വിലയിരുത്താൻ സാധ്യവുമല്ല. അപ്പോൾ അത് അഭിപ്രായത്തിൻ്റെ പ്രശ്നമായിട്ട് വരും. അതുകൊണ്ടാണ് ഭരണഘടന ഇത്തരം കാര്യങ്ങളിൽ സവിശേഷമായിട്ടുള്ള ചില നിയമ തത്വങ്ങളെ മുൻപോട്ട് വെച്ചത്. ആ തത്വങ്ങളനുസരിച്ച് ഇപ്പോൾ ഹിന്ദുക്കൾക്കുള്ള വിശ്വാസം എന്നുള്ള രീതിയിലല്ല ഇത്തരം കാര്യങ്ങൾ വർഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. മതവിശ്വാസം എന്ന വിപുലമായ സമ്പർക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഇത്തരം കാര്യങ്ങളെ അന്തിമമായി സുപ്രീം കോടതി പരിശോധിക്കുക. അപ്പോൾ അതിനകത്ത് വരുന്ന, ഇപ്പോൾ ഉദാഹരണത്തിന് ജാതി സംബന്ധമായിട്ടുള്ള, നമുക്കറിയാം ഈ സമീപകാലത്ത് പോലും ബ്രാഹ്മണർക്ക് മാത്രം പൂജ നടത്തുവാനുള്ള അവകാശം, അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം അമ്പലങ്ങളിൽ പൂജ ചെയ്യുവാനുള്ള അവകാശം, പലപ്പോഴും സുപ്രീം കോടതി അതിനെ അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ദേവസ്വം ബോർഡിന്റെ കീഴിൽ അടക്കമുള്ള അമ്പലങ്ങളിലുള്ള ബ്രാഹ്മണരുടെ പൂജ നടത്തുവാനുള്ള അവകാശം മറ്റൊരു രാഷ്ട്രീയ തലത്തിൽ, ഇത് എൻ്റെ അഭിപ്രായമായിട്ട് പറയുന്നതായിട്ട് തെറ്റിദ്ധരിക്കരുത്, നിയമതത്വം എന്നുള്ള നിലയിൽ കാര്യങ്ങളെ കാണുകയാണ് അല്ലെങ്കിൽ പറയുകയാണ്. അപ്പോൾ ബ്രാഹ്മണർക്ക് മാത്രം അമ്പലത്തിൽ ക്ഷേത്രങ്ങളിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്യാനുള്ള അവകാശം 14, 15, 16 അനുച്ഛേദങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തെറ്റാണ്. തുല്യതയ്ക്കുള്ള അവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തെറ്റാണ്. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ സമീപകാലത്തടക്കം അബ്രാഹ്മണരെ ഇത്തരം പൂജാകർമ്മങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുള്ള നിലപാട് തന്നെയാണ് ശരിയായിട്ടായാലും തെറ്റായിട്ടായാലും സുപ്രീം കോടതി സ്വീകരിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന പ്രഥമദൃഷ്ടിയായി എന്ന് പറഞ്ഞിട്ടുള്ള ലിംഗസമത്വത്തിന്റെ പ്രശ്നങ്ങൾ തീർച്ചയായും വിശ്വാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ, ഇപ്പോൾ വിശ്വാസികളുടെ നിലപാട് മറ്റൊന്നാണെങ്കിൽ അതിന്റെ യുക്തി സുപ്രീം കോടതി പരിശോധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്, ഇന്നത്തെ വാക്കാലുള്ള പരാമർശങ്ങൾ അന്തിമ വിധിയുടെ രൂപം ധരിക്കുവാനുള്ള സാധ്യത കുറവാണ് എന്ന് താങ്കൾ നിരീക്ഷിക്കുന്നു. അരുന്ധതി നേരത്തെ പറഞ്ഞത് വ്യക്തമായില്ല, കട്ടായി പോയി തുടരും. അതായത് നമ്മൾ എപ്പോഴും വർഷങ്ങളായി തുടരുന്ന ആചാരങ്ങൾ എന്ന പേരിലാണ് എപ്പോഴും വിശ്വാസികളായിട്ടുള്ള പുരുഷ സമൂഹം ഏത് മാറ്റത്തെയും എതിർക്കാൻ ശ്രമിക്കുക. അത്തരം ആചാരങ്ങളുടെ ഭാഗമായിരുന്നു സതി എന്നോർക്കുക. അല്ലെങ്കിൽ കീഴ് ജാതിക്കാർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനം അനുവദിക്കുന്ന സമയത്ത് ഉന്നത ജാതിക്കാർ ഉന്നയിച്ച വാദവും ഇത് തന്നെയായിരുന്നു. അതായത് കാലാകാലങ്ങളായി ഞങ്ങൾ തുടരുന്ന വിശ്വാസവും ആരാധനാ സമ്പ്രദായവും ഒക്കെ താഴ്ന്ന ജാതിക്കാരെ അതുകൊണ്ട് അമ്പലത്തിനകത്ത് കയറ്റുന്നതിന് വിരുദ്ധമാണെന്നും അമ്പലത്തെ അശുദ്ധമാക്കുന്നതാണെന്നുമായിരുന്നു. അതിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി. നമ്മൾ ഓർക്കേണ്ടത് പ്രാകൃതമായ വിശ്വാസങ്ങൾ ഇവിടെ എതിർക്കുന്നത് ഏതുമായിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങളുമായിട്ടാണ്. ഒന്ന് 2-3 കാര്യങ്ങളുണ്ട്. അതായത് കേരളത്തിൽ പലയിടങ്ങളിലും അയ്യപ്പന്റെ ക്ഷേത്രങ്ങളുണ്ട്. അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അദ്ദേഹത്തിന്റെ ബ്രഹ്മചര്യം എപ്പോഴും സൂക്ഷിക്കേണ്ടതാണെന്നും അതുകൊണ്ട് അവിടേക്ക് പ്രവേശനം നിഷേധിക്കാത്തതാണെന്നും പറഞ്ഞാൽ അതേ മൂർത്തിയെ തന്നെ ആരാധിക്കുന്ന കേരളത്തിലെ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ശബരിമലയിൽ മാത്രം അത് നൽകുന്നില്ല എന്നുള്ള ചോദ്യം. പിന്നെ നമ്മൾ വിശ്വാസത്തിന്റെ കാര്യം പറയുന്നു. വിശ്വാസം ആണുങ്ങളുടെ മാത്രം കുത്തകയല്ല, സ്ത്രീകൾക്കും വിശ്വാസമുണ്ട്. ശബരിമലയിൽ പോകാനും അയ്യപ്പനെ തൊഴാനും ആഗ്രഹിക്കുന്ന സ്ത്രീകളെ അതിൽ നിന്ന് തടയാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം കോൺസ്റ്റിറ്റ്യൂഷണലി ഭരണഘടനാപരമായി ഒരേ തരം അവകാശങ്ങളുള്ള, അത് ചോദിച്ചു വാങ്ങാൻ കഴിയുന്ന സമൂഹം തന്നെയാണ് സ്ത്രീകളും. ഒരുപക്ഷെ ജനസംഖ്യയുടെ പകുതിയിലധികം വരുന്ന സ്ത്രീകൾ. അപ്പൊ അതുകൊണ്ട് ആ മൗലിക അവകാശങ്ങളെ നിഷേധിക്കുക, അത് ആചാരങ്ങളുടെ പേര് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഏത് കാലത്തും ഇതേ ന്യായം തന്നെയാണ് ഈ സമൂഹം, ഫണ്ടമെന്റലിസ്റ്റുകളായിട്ടുള്ള സമൂഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് എതിർക്കപ്പെടേണ്ടതാണ്. നമ്മൾ ഏത് തരത്തിലുള്ള റിഫോംസ് പ്രത്യേകിച്ച് ഹിന്ദു മതത്തിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളപ്പോൾ, ഇപ്പൊ ഇവിടെ നേരത്തെ സംസാരിച്ച് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി പൂജ ചെയ്യുന്നതിൽ ബ്രാഹ്മണന് മാത്രമുള്ള കുത്തകയെ കുറിച്ച്. അതും ചോദ്യം ചെയ്യേണ്ടതാണ്. അത് എല്ലാ കാലത്തേക്കുമായി അങ്ങനെ തന്നെ നിലനിൽക്കുമെന്ന് ഒരിക്കലും സവർണ ഹിന്ദുത്വം ആഗ്രഹിക്കേണ്ടതില്ല. അതും ചോദ്യം ചെയ്യപ്പെടും. ഈ വിശാല ഹിന്ദു ഐക്യത്തെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഇവിടെയാണ് നമുക്ക് അവരുടെ ഹിപ്പോക്രസി മനസ്സിലാകുക. കാരണം താഴ്ന്ന ജാതിക്കാരന് ഇന്നും പൂജ ചെയ്യാൻ അവകാശമില്ലാത്ത സ്ഥലങ്ങളാണ് ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ. അത് മാറുന്ന സാഹചര്യം തീർച്ചയായും ഉണ്ടാവും. അതാണ് താങ്കളുടെ കാഴ്ചപ്പാട്. തുടരുക ദയവായി. ശ്രീമതി ബിന്ദു കൃഷ്ണ, സർക്കാരിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. മുൻ സർക്കാരിന്റെ നിലപാടല്ല ഈ സർക്കാരിന്. ദേവസ്വം ബോർഡ് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ പാടില്ല എന്ന നിലപാടിലാണ്. അതേ നിലപാടാണ് സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കുക. ആ നിലപാട് പ്രതിഷേധാർഹമാണ്. കാരണം കേരളത്തില് ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ ബഹുമാന്യ വ്യക്തിത്വങ്ങളും ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ
ക്ഷേത്രാരാധന വരേണ്യവർഗങ്ങൾക്ക് മാത്രം വിധിച്ചിരുന്ന ഒരു ആരാധനയായി മാത്രമായിരുന്നു നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. നിരന്തരമായ പോരാട്ടത്തിലൂടെയാണ് പാവങ്ങൾക്കും സാധാരണക്കാർക്കും കുചേലനെന്നോ കുബേരനെന്നോ പണ്ഡിതനെന്നോ പാമരനോ ഭേദമില്ലാതെ ക്ഷേത്ര ആരാധനയ്ക്ക് അവസരം കിട്ടിയത്. ഇവിടെ മാത്രം സ്ത്രീ മാറ്റി നിർത്തപ്പെടുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ക്ഷേത്രാരാധനയിൽ വിശ്വസിക്കുന്നത്. വെളുപ്പങ്കാലത്ത് എല്ലാവരും ഉണ്ട് എങ്കിലും പുരുഷന്മാരും ഉണ്ട് എങ്കിലും താരതമ്യേന സ്ത്രീകളാണ് ഏത് ക്ഷേത്രത്തിൽ പോയി നോക്കിയാലും നമ്മൾ കാണുന്നത്. ഇതുപോലെ തന്നെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അന്യമതസ്ഥർക്ക് കടക്കാൻ കഴിയില്ല എന്നുള്ളത്. ഈ ഗുരുവായൂരപ്പനിലുള്ള ഭക്തി വിശ്വാസികളിൽ രൂഢമൂലമാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചിട്ടുള്ളത് ഗാനഗന്ധർവൻ യേശുദാസ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ അദമ്യമായ ആഗ്രഹമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒന്ന് തൊഴണമെന്നുള്ളത്. അദ്ദേഹത്തിന് അവിടെ അത് നിഷേധിക്കുന്നു. ശബരിമല അയ്യപ്പനെ ഒരു നോക്ക് കാണാനുള്ള ഭക്തകളായ തീർച്ചയായും ശ്രീമതി ബിന്ദു കൃഷ്ണ, പക്ഷേ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാരണം ശ്രദ്ധിച്ചില്ലേ? വിശ്വാസി സമൂഹമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്, അതല്ലാതെ സർക്കാരോ കോടതിയോ അല്ല എന്നാണ് പറയുന്നത്. ഈ വിശ്വാസി സമൂഹത്തിന്റെ തീരുമാനം ആരാണ് പറയുക, എന്താണ് ആ തീരുമാനം മനസ്സിലാക്കുന്നതിന്റെ മാനദണ്ഡം എന്നുള്ളത് വ്യക്തവുമല്ല. ഈ സർക്കാർ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന്റെ കാരണം വിശ്വാസി സമൂഹം ഇക്കാര്യത്തിൽ സ്ത്രീകൾ പ്രവേശിക്കേണ്ട എന്നുള്ള നിലപാടിലാണ് എന്നുള്ളതാണത്രേ. പുരുഷ കേന്ദ്രീകൃതമായ സമൂഹത്തിൽ നിന്ന് ഇനിയും പുറത്തു വരാൻ തയ്യാറാകാത്ത വിശ്വാസമാണത്. എനിക്ക് തോന്നുന്നില്ല ഭഗവാൻ അയ്യപ്പ സ്വാമി ഒരിക്കലും സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യസ്തമായി മനുഷ്യവർഗത്തെ കാണുമെന്ന്. ലോകത്ത് ഒരു ദൈവവും മനുഷ്യരെയോ മറ്റ് ജീവജാലങ്ങളെയോ ലിംഗത്തിന്റെയോ മറ്റേതിന്റെയെങ്കിലോ പേരിൽ വ്യത്യസ്തമായി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെല്ലാം പുരുഷ കേന്ദ്രീകൃതമായ ഒരു സമൂഹം ഉണ്ടാക്കുന്നതാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്നടക്കം എല്ലാ വീടുകളിൽ നിന്നും അയ്യപ്പന്മാരായി വ്രതമെടുത്ത് പോകുന്നവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് അതത് ഗൃഹങ്ങളിലെ സ്ത്രീകളാണ്. പക്ഷേ സ്ത്രീകൾക്ക് ഇത് നിഷിദ്ധമാണ്. സ്ത്രീയെ പഠിപ്പിക്കുകയാണ്, ഇപ്പോഴും പഠിപ്പിക്കുകയാണ്, നീ അശുദ്ധിയാണ്, നിന്നെ ഒന്നിനും കൊള്ളാത്തതാണ്. ഓരോ ജാതിയും ഓരോ രീതിയിൽ പഠിപ്പിക്കുന്നു. ചില ജാതിയുടെ നേതാക്കന്മാർ പറയുന്നു സ്ത്രീ പുറത്തിറങ്ങരുത്, സ്ത്രീ അവകാശം. ചില ജാതിയിലാണെങ്കിൽ ഇപ്പോഴും മറ കെട്ടി സ്ത്രീകളെ അപ്പുറത്തിരുത്തുന്നു. ഒരുമിച്ച് പുരുഷന്മാരോട് ഇരുന്നാൽ എന്തോ അപരാധം നടക്കുമെന്ന് പറയുന്നു. ഇങ്ങനെ ഇത്തരത്തിൽ സ്ത്രീയെ വീണ്ടും താഴ്ത്തി 21ാം നൂറ്റാണ്ടിൽ കൊണ്ടുപോകുന്നതാണ് അതിന്റെ അതാണ് താങ്കൾ അക്കാര്യത്തിൽ കാണുന്ന അപകടം. ശ്രീമതി ടീച്ചർ, ഇക്കാര്യത്തിൽ നോക്കൂ, വിശ്വാസി സമൂഹം ഒരു തീരുമാനമെടുത്താൽ ഞങ്ങൾക്കെതിരാകുമെന്ന് സർക്കാർ ഭയപ്പെടുന്നു. കോടതിക്ക് പോലും ഒരുപക്ഷെ അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായേക്കാം. അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? വിശ്വാസി സമൂഹം എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ജനസംഖ്യയിൽ പകുതിയിലധികമുള്ള വനിതകൾക്ക് അക്കാര്യത്തിലുള്ള റോൾ എന്താണ്? വിശ്വാസി സമൂഹം ഒരിക്കലും എതിരാവില്ല. കാരണം നേരത്തെ ഗായത്രിയും പിന്നീട് ബിന്ദു കൃഷ്ണ അതുപോലെ അതിനു മുൻപ് പാർവതിയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഭക്തരിൽ ഏറ്റവും കൂടുതൽ ഭക്തകളായിട്ടുള്ള ഒരു സ്ത്രീകളാണ്, നല്ലൊരു വിഭാഗമുണ്ട്. അവർക്ക് ശബരിമലയിൽ അയ്യപ്പനെ കാണണം എന്ന ഒരു വലിയ ആഗ്രഹമുണ്ടെങ്കിൽ അവർ എന്തിനാണ് തടയുന്നതെന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചോദിച്ചിട്ടുള്ളത്. അതിനെന്താണ് അവരുടെ ശാരീരികമായി അവർക്കുണ്ടാകുന്ന ഈ മെൻസ്ട്രേഷൻ ആണോ, ആർത്തവമാണോ, എന്താണ് അതിന് തടസ്സം? പണ്ട് കുഞ്ഞിനെ പ്രസവിച്ചാൽ കുറെ നാളുകൾ ആ കുടുംബത്തിലേക്ക് പിന്നീട് കുറെ നാളുകൾ മറ്റുള്ളവർ വരില്ലായിരുന്നു. പുലയാണ് എന്ന് പറയും. ഒരു പ്രത്യേക വടക്കൻ കേരളത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ആചാരമാണ് പുല. മരിച്ചാലും പുല, ജനിച്ചാലും പുല. അതൊക്കെ ഇന്ന് കേരളത്തിൽ മാറിയിട്ടുണ്ട്. ഈ ഭക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു സിംഹഭാഗവും പോയി കഴിഞ്ഞു. ഇപ്പൊ നേരത്തെ പറഞ്ഞു 41 ദിവസം വ്രതമെടുത്തിട്ടാണ്, അത് പാർവതി പറയുകയുണ്ടായി, 41 ദിവസം വ്രതമെടുത്തിട്ടാണ് അയ്യപ്പനെ കാണാൻ വേണ്ടി പോകുന്നത് ശബരിമലയിൽ. അതാണോ ശരി? അല്ല. നമ്മുടെ കേരളത്തിൽ അതിലെല്ലാം വെള്ളം ചേർത്തിട്ടുണ്ട്. അതാരാണ് അതിന് അനുമതി കൊടുത്തത്? ദേവസ്വം കൊടുത്തിട്ടില്ല. ദേവസ്വം കണ്ടുകയാണോ ചെയ്തത്? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു 2 ദിവസം മുൻപ് മാത്രം മാലയിട്ട് പോകുന്നവരുണ്ട്, മാലയിടാതെ പോകുന്നവരുണ്ട്. കറുപ്പ് ധരിച്ചിട്ടേ പോകാവൂ എന്ന് ഒരു കാലഘട്ടത്തിൽ പറഞ്ഞു. ഇപ്പൊ കറുപ്പ് ധരിക്കണമെന്ന് നിർബന്ധമില്ല, അത് ചുവന്നതായാലും മതി. അപ്പൊ എല്ലാറ്റിലും പുരുഷന്മാരെ സംബന്ധിച്ചാണെങ്കിൽ എല്ലാറ്റിലും വെള്ളം ചേർക്കാം, അതിന് മാറ്റം വരുത്താം. പക്ഷെ സ്ത്രീകളുടെ കാര്യം വരുമ്പോ എന്തിനാണ് ഇങ്ങനെ കടുംപിടുത്തം പിടിക്കുന്നത്? അതാണ് അഡ്വക്കേറ്റ് കാളീശ്വരം രാജ് ഇവിടെ സംസാരിച്ച വനിതകളെല്ലാം അക്കാര്യത്തിൽ ഒരേ നിലപാടാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു അവകാശത്തിന്റെ പ്രശ്നം കൂടിയാണ്. നോക്കൂ, ആർട്ടിക്കിൾ 15(1) ഭരണഘടന നൽകുന്നത് വിവേചനത്തിനെതിരായ, ലിംഗപരമായ വിവേചനത്തിനെതിരായ അവകാശം കൂടിയാണ്. എനിക്ക് ലിംഗവിവേചനത്തിനെതിരായ അവകാശം ഭരണഘടന നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു വ്യക്തി, ഒരു പൗര സുപ്രീം കോടതിയിൽ പോയാൽ കോടതിക്ക് അതിനെതിരെ നിൽക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ഏതാണ്ട് ആ രൂപത്തിലുള്ള വാദമുഖങ്ങൾ തന്നെയാണ് ഈ കേസിൽ
ഈ യങ് ലോയേഴ്സ് ഫോറത്തിൻ്റെയും മറ്റും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള വാദങ്ങൾ തീർച്ചയായിട്ടും സംഗതമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് പ്രസക്തമാകുന്നതും ഇതിലുള്ള വൈരുദ്ധ്യം പ്രകടമാകുന്നതും പ്രസക്തമാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. രണ്ട് തരത്തിലുള്ള മൗലികാവകാശങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം ആണ് ഈ കേസിനെ സവിശേഷമാക്കി തീർക്കുന്നത്. ഒരു ക്ഷേത്രവിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം എന്നുള്ളതിലുപരി നിയമതലങ്ങൾ ഇതിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത് ഈ മൗലികാവകാശങ്ങൾ തമ്മിലുള്ള ഈ വൈരുദ്ധ്യവും സംഘർഷവും തന്നെയാണ്. പക്ഷേ അതിലുപരി ഒരു കാര്യം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ആദ്യം ഇതിൽ രണ്ട് ഗവൺമെന്റുകൾ അതായിരിക്കും ഇതിന്റെ രണ്ടാമത്തെ സവിശേഷ തലം എന്ന് പറയുന്നത്. രണ്ട് ഗവൺമെന്റുകൾ രണ്ട് നിലപാടുകൾ സ്വീകരിച്ചു എന്നുള്ളത്. അപ്പൊ ആദ്യത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ നിലപാട് ഈ കാര്യത്തിൽ ഏതാണ്ട് ഈ തരത്തിലുള്ള ലിംഗസമത്വത്തിൽ അല്ലെങ്കിൽ തുല്യതയിൽ അധിഷ്ഠിതമായി അല്ലെങ്കിൽ തുല്യതക്ക് പ്രാധാന്യവും നൽകുന്ന വിധത്തിലായിരുന്നു. മതവിശ്വാസങ്ങളെ തുല്യതക്കുള്ള അവകാശത്തിന് കീഴെ മാത്രം പ്രതിഷ്ഠിക്കുന്ന വിധത്തിലായിരുന്നു. പക്ഷേ വ്യത്യസ്തമായിട്ടുള്ളൊരു നിലപാട് ഈ കാര്യത്തിൽ പുതിയ സർക്കാർ സ്വീകരിക്കുകയുണ്ടായി. അപ്പോൾ ഇതൊരു രണ്ടാമത് വരുന്നൊരു നിയമ പ്രശ്നമായിരിക്കും. മൗലികാവകാശ പ്രശ്നത്തിന്റെ ഒപ്പം മാറി വരുന്ന ഗവൺമെന്റിന് ഇത്തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിക്കാമോ? എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് സുപ്രീം കോടതി പറയുകയുണ്ടായി, രാഷ്ട്രീയ കക്ഷികൾ മാറുന്നതനുസരിച്ച് ഗവൺമെന്റിന് നിലപാടുകൾ മാറ്റാൻ പാടില്ല എന്നുള്ള ഒരു തത്വം ഇന്ന് പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കി. പക്ഷേ അത്തരം വിധികൾ സുപ്രീം കോടതിയിൽ നിന്ന് മുൻപ് ഉണ്ടായിട്ടുള്ളതൊന്നും സമാനമായ കേസിലായിരുന്നില്ല. നയപരമായിട്ടുള്ള കാര്യങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ മാറുമ്പോൾ ഗവൺമെന്റിനും അഭിപ്രായം മാറ്റാവുന്നതാണ്. ഇപ്പൊ ഇതിനകം മുമ്പുള്ള ചില രണ്ട് വിധികൾ, ഒന്ന് സ്റ്റേറ്റ് ഓഫ് ഹരിയാന വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് 2002 റിപ്പോർട്ട് ചെയ്യപ്പെട്ടൊരു കേസാണത്. അതുപോലെ സ്റ്റേറ്റ് ഓഫ് കർണാടക വേഴ്സസ് മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ, അത് ഈ 2006 റിപ്പോർട്ട് ചെയ്യപ്പെട്ട മറ്റൊരു കേസാണ്. അതൊക്കെ ഇപ്പോൾ ഒരു കരാറ് പോലുള്ള കാര്യങ്ങളിൽ കോടതി പരിശോധിക്കുമ്പോൾ ഒരു പ്രത്യേക വ്യക്തിയുമായിട്ട് ഒരു പ്രത്യേക പദ്ധതിക്ക് കരാറിട്ടു, ഒരു അണക്കെട്ട് നിർമ്മിക്കാനുള്ള ഒരു പദ്ധതി ഇട്ടു, അത് പിന്നീട് മറ്റൊരു ഗവൺമെന്റ് വന്നു വേറൊരു സർക്കാരുമായിട്ട് മറ്റൊരു തരം നിലപാട് സ്വീകരിക്കാൻ പാടില്ല. ആ അർത്ഥത്തിലാണത് അത്തരം വിധികൾ. നയപരമായിട്ടുള്ള കാര്യങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വ്യത്യസ്ത നിലപാട് കഴിഞ്ഞ സർക്കാരിന്റെ നിലപാടല്ല ഈ സർക്കാരിനുള്ളത് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. തുടരുക അഡ്വക്കേറ്റ് കാളീശ്വരം. രാജശ്രീ വി രാജേഷ്, ഇവിടെ വിശ്വാസി സമൂഹത്തിന്റെ നിലപാട്, ആഗ്രഹം എന്നൊക്കെ പറയുന്നു. ആരാണ് ഈ വിശ്വാസി സമൂഹം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പകുതിയിലധികം വരുന്ന വനിതകളുണ്ട്, പക്ഷേ തീരുമാനമെടുക്കുന്നത് എപ്പോഴും പുരോഹിതർ പുരുഷന്മാരാണ്. ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷരാകട്ടെ, നയപരമായി തീരുമാനമെടുക്കുന്നവരാകട്ടെ, എല്ലാവരും ഇങ്ങനെ ഒരു പുരുഷ കേന്ദ്രീകൃത വ്യവസ്ഥയാണ്. സ്ത്രീക്കാണ് അശുദ്ധി, അതുകൊണ്ട് അവരെ മാറ്റി നിർത്തണമെന്ന് കൽപ്പിക്കുന്നത്. എത്ര കാലം നടക്കും ഇതൊക്കെ? അഭിലാഷ്, വിശ്വാസി സമൂഹം എന്ന് പറയുന്നത് ശബരിമലയിൽ ഓരോ വർഷവും വന്നു പോകുന്ന കോടാനുകോടി വരുന്ന ഭക്തജനങ്ങളാണ്. പുരുഷന്മാരാണ് വരുന്നതെങ്കിലും അവരുടെ പിന്നിൽ വലിയൊരു ഓരോ പുരുഷൻ വരുമ്പോഴേക്കും അവരുടെ വീട്ടിൽ 1, 2, 3 അതിൽ കൂടുതലോ സ്ത്രീകളുണ്ട്. ആ സ്ത്രീകളുടെ ഉൾപ്പെടെ വികാരം പ്രതിഫലിക്കുന്നതാണ്, ഭക്തി പ്രതിഫലിക്കുകയാണ് ഈ പുരുഷന്മാരോട് വരുന്നതിലൂടെ. ഇവിടെ അഭിപ്രായം പറഞ്ഞതിൽ ഭൂരിപക്ഷവും ഇടതുപക്ഷ സമൂഹത്തിൽപ്പെട്ടവരായതുകൊണ്ട് ആ പാർട്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ ബഹുമാനപ്പെട്ട സുധാകരൻ തന്നെ, മുൻ മന്ത്രി തന്നെ അഭിപ്രായം പറഞ്ഞത് കേട്ടില്ലേ? അത്തരത്തിലുള്ളത് വരുന്നതുകൊണ്ട് സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദത്തിൻ്റെ അഭിപ്രായമാണ് എന്നുള്ള ഇതിലേക്ക് ഞാൻ വരുന്നില്ല. ഇവിടെ കാതലായ പ്രശ്നം ഭരണഘടന അനുസൃതമായി പ്രവർത്തിക്കണമെന്നുള്ള അതാണല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനാണ് ഞാൻ പറയട്ടെ. മുസ്ലിം ആരാധനാലയങ്ങളിൽ പുരുഷന്മാർ നിസ്കരിക്കുന്ന സ്ഥലങ്ങളിൽ അതേ സ്ഥലത്ത് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വേണ്ടിയുള്ള അനുവാദമില്ല. ഭരണഘടനാപരമായി എന്തുകൊണ്ട് സ്ത്രീകൾക്ക് അവിടേക്ക് കടന്നു ചെല്ലുവാനുള്ള അനുവാദമില്ല? ആ സഞ്ചാര സ്വാതന്ത്ര്യത്തിൻ്റെ വിലക്കല്ലേ എന്ന് സുപ്രീം കോടതിക്ക് തീരുമാനിച്ചുകൊണ്ട് ഭരണഘടന അനുശാസിക്കുന്നു. അതുകൊണ്ട് നിങ്ങളും അങ്ങോട്ട് കടന്നു പോകൂ എന്നൊരു വിധി സുപ്രീം കോടതിക്ക് പുറപ്പെടുവിക്കാൻ സാധിക്കുമോ? സാധിക്കുകയില്ല. അവിടെ തീരുമാനമെടുക്കേണ്ടതാരാ? ഇസ്ലാമിക സമൂഹമാണ്, അവരുടെ മതപുരോഹിതന്മാരാണ്. അത് ഞാനും താങ്കളും അടങ്ങുന്ന ഈ സുപ്രീം കോടതിയും അടങ്ങുന്ന സമൂഹം അത് അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആധ്യാത്മികയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിൽ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഭരണഘടന വച്ച് എല്ലാ സ്ഥലങ്ങളും നമുക്ക് അളക്കുവാൻ വേണ്ടി സാധിക്കുകയില്ല. താങ്കൾ ചോദിച്ച വിശ്വാസി സമൂഹം ആരാണ് എന്ന് ചോദിച്ചാൽ അതാണ് ഞാൻ വലിച്ചു നീട്ടാ ഉത്തരം പറഞ്ഞത്. തന്ത്രി പറയട്ടെ, ഇനി അവിടെ പ്രവേശിക്കാം എന്ന് തന്ത്രി പറയട്ടെ. ആ സമയത്ത് നമുക്ക് ആ ചർച്ചയാകാം. തന്ത്രിയും അതോടൊപ്പം തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഘടനകളുമൊക്കെ അടങ്ങുന്ന ഒരു സമിതി വിശാലമായ ഒരു ചർച്ച നടത്തിയിട്ട് അതിനുശേഷം തീരുമാനമെടുക്കണം. ശ്രീമതി ആർ പാർവതി ദേവി, ശബരിമലയിലെ സ്ത്രീകളുടെ പ്രവേശനം ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ കൊണ്ടോ ഒരു കോടതി ഉത്തരവ് കൊണ്ടോ സാധ്യമാകുമോ? അതോ അതിനപ്പുറത്തുള്ള വിശാലമായ ചർച്ചയും സമവായവും ഉണ്ടായി അതിനനുസൃതമായ ഒരു തീരുമാനം ഈ കാര്യത്തിൽ ഉണ്ടാകണം?
തീർച്ചയായിട്ടും ഭരണഘടന അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ പരാമർശം കൊണ്ട് മാത്രം ഭക്തരായ സ്ത്രീകൾ ഉൾപ്പെടെ അവിടേക്ക് പോവില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ആ ഭക്തരായിട്ടുള്ള സ്ത്രീകൾക്ക് അവരുടേതായ വിശ്വാസ പ്രമാണങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഇതിൻ്റെ ഇടയിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം കൂടിയുണ്ട്. ശബരിമല എന്ന് പറയുന്ന ശബരി ആരാണ്? ശബരി അയ്യപ്പൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തായ ദളിത് സ്ത്രീയാണ്. അവിടെ നമുക്ക് മാളികപ്പുറത്ത് അമ്മയുണ്ട്. അപ്പോൾ ഇതുപോലെ സ്ത്രീകളുടെ സാന്നിധ്യമേ ഉണ്ടാകാത്ത ഒരു സ്ഥലമല്ല അത്. സ്ത്രീയായ ശബരിയുടെ പേരിലാണ് ഇപ്പോൾ ദളിത് സമൂഹങ്ങൾ അവിടെ ശബരിക്ക് ഒരു പീഠം വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. പിന്നെ മറ്റൊന്ന്, നമ്മുടെ ഈ ചർച്ചയിൽ കൊണ്ടുവരേണ്ട മറ്റൊന്നാണ് ഭിന്നലിംഗക്കാരുടെ പ്രശ്നം. ഇപ്പോൾ അവരാവശ്യപ്പെടുന്നുണ്ട്, ഭിന്നലിംഗക്കാർ ആവശ്യപ്പെടുന്നുണ്ട് അവർക്കും ശബരിമലയിൽ പോകണം. അപ്പോൾ തീർച്ചയായിട്ടും വ്യാപകമായ ചർച്ച വേണം, അതനുസരിച്ചുള്ള ബോധവൽക്കരണം വേണം. പിന്നെ മറ്റൊന്ന്, ഇത്രയും വലിയ തിരക്കിൽ ഇപ്പോൾ തന്നെ ശബരിമലയ്ക്ക് താങ്ങാൻ കഴിയുന്നതിലേറെ ഭക്തരവിടെയുണ്ട്. വലിയ പരിസ്ഥിതി ആഘാതങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഒപ്പം ഈ പറയുന്ന സ്ത്രീ സമൂഹങ്ങൾ കൂടി അവിടെ ചെല്ലുമ്പോൾ അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങളും അതിനനുസരിച്ചിട്ടുള്ള സുരക്ഷിതത്വ സംവിധാനങ്ങളും ഇല്ലെങ്കിൽ അതും വലിയ അപകടത്തിനിടയാക്കും. ഒരു വനിതാ കമ്മീഷൻ തന്നെ അവിടെ രൂപീകരിക്കേണ്ട സ്ഥിതിയാണ്. അതുകൊണ്ട് ഇത് വളരെ പെട്ടെന്ന് നടക്കുന്ന ഒന്നല്ല. പക്ഷേ ഇവിടെ അരുന്ധതിയൊക്കെ സൂചിപ്പിച്ചതുപോലെ ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും പേരിൽ സ്ത്രീകളെ ദൈവങ്ങളിൽ നിന്നും മതങ്ങളിൽ നിന്നും പൗരോഹിത്യത്തിൽ നിന്നും മാറ്റി നിർത്തരുത്. ഗുരുവായൂർ അമ്പലത്തിലും ശബരിമല ക്ഷേത്രത്തിലും ഒരു ദളിത് സ്ത്രീ പൂജാരിയായി വരുന്ന കാലത്തിന് വേണ്ടിയാണ് ഞങ്ങളെപ്പോലെയുള്ളവർ കാത്തിരിക്കുന്നത്. ശരിയല്ലേ ശ്രീ വി രാജേഷ്? നമ്മൾ ഓരോ കാലത്തും ഓരോ ആചാരങ്ങളെ നവോത്ഥാന പ്രസ്ഥാനങ്ങളിലൂടെ മറികടന്നു. ഇതൊക്കെ ഒരു കാലത്ത് ദളിതരെ സംബന്ധിച്ച് അമ്പലത്തിൽ പ്രവേശിക്കുക പോയിട്ട് അമ്പലത്തിനടുത്തൂടെയുള്ള വഴിയിൽ കൂടി പ്രവേശിക്കുക പോലും അസാധ്യമായിരുന്ന കാലത്ത് വലിയ ജനരോഷം ഉണ്ടാവുകയും നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉണ്ടാവുകയും അതിനനുസരിച്ചുള്ള തീരുമാനം ഉണ്ടാവുകയുമാണ് ഉണ്ടായത്. അത്തരത്തിൽ ഓരോ കാലഘട്ടത്തിലും ഓരോ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാറ്റം എന്നുള്ളത് തീർച്ചയായും ഒരു നിരന്തരമായ പ്രക്രിയയാണല്ലോ. ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ഗുരുവായൂരിലെ അന്യമതസ്ഥർക്ക് പ്രവേശനം പാടില്ല എന്ന നിയമം അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഭാവിയിൽ മാറ്റം വരില്ല എന്ന് നമ്മൾ ശഠിക്കുന്നതിൽ അർത്ഥമുണ്ടോ? അവസാനം പറഞ്ഞ കാര്യത്തിൽ ബഹുമാനപ്പെട്ട പാർവതി മേഡത്തോട് ഞാൻ യോജിക്കുക. അത് ഗുരുവായൂരിലും ശബരിമലയിലും മാത്രമല്ല, ഈ നാട്ടിലെ എല്ലാ ക്ഷേത്രങ്ങളിലും താന്ത്രിക വിദ്യ അഭ്യസിച്ച ദളിതനും പട്ടികവർഗക്കാരനും ഉൾപ്പെടെ ഉള്ളവരെ ശാന്തിക്കാരായി നിയമിക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടതും അതിനുവേണ്ടി ഈ നിമിഷം വരെ പോരാടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളാണ്. പക്ഷേ അതിൽ തീരുമാനമെടുക്കേണ്ട ഗവൺമെൻറ്റാണ്. ഇടതുപക്ഷ ഗവൺമെൻറ് ഒന്നും വന്നിട്ടും അതിൽ തീരുമാനമെടുക്കുന്നില്ല. UDF ഗവൺമെൻറ്റും അതിൽ തീരുമാനമെടുക്കില്ല. ഞങ്ങൾ പറയുന്നത് തന്ത്രവിദ്യ പഠിച്ച ആരായാലും ഏത് ജാതിയാവട്ടെ ഏത് മതമാവട്ടെ അവരെ ക്ഷേത്രത്തിൽ പൂജാരിമാരാക്കണം എന്നുള്ളത് ഏറ്റവും ഉച്ചത്തിൽ ഞങ്ങൾ തന്നെ ഉന്നയിക്കുക. മാറ്റേണ്ട ആചാരങ്ങൾ മാറ്റണം, അവസാനിപ്പിക്കേണ്ട കാലാനുസൃതമായി പരിഷ്കരിക്കണം. ഇതിന് ഒന്നാമത് ഞങ്ങളുടെ സംഘടന മുമ്പോട്ടുണ്ടാകും. റൈറ്റ്. ഇതിൽ ബിന്ദു കൃഷ്ണ, സർക്കാരിനെ സംബന്ധിച്ച് കേവലം സ്ത്രീകളുടെ ശബരിമല പ്രവേശനം എന്ന വിഷയത്തിൽ മാത്രമല്ല നിലപാട് പറയാനുള്ളത്. തീരുമാനം എന്നുള്ളത് ആരെങ്കിലും എടുത്ത് ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുക എന്നതിനപ്പുറത്ത് ഇപ്പോൾ അബ്രാഹ്മണർക്ക് പൂജ ചെയ്യാനുള്ള അവസരം ദേവസ്വം ബോർഡുകളുടെ എല്ലാ ക്ഷേത്രങ്ങളിലും കിട്ടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മളെ സംബന്ധിച്ചറിയാം. ആചാരമാണ് അക്കാര്യത്തിൽ പ്രാമുഖ്യത്തിൽ വരിക എന്ന് സുപ്രീം കോടതി പോലും വിധിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഇക്കാര്യങ്ങളിലൊക്കെ സമവായം ഉണ്ടാക്കാം. കേരളം അങ്ങനെ ഒരു നവോത്ഥാന പാരമ്പര്യമുള്ള നാടാണ്. നമ്മുടെ നാട്ടിലാണ് ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി സമരങ്ങൾ നടത്തേണ്ടി വന്നിട്ടുള്ളത്. അതിന് അനുസൃതമായ തരത്തിലുള്ള ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായിട്ട്. പക്ഷേ 70-80 വർഷം കഴിഞ്ഞ് വേറൊരു വിഷയത്തെ നമ്മൾ അഭിസംബോധന ചെയ്യുകയാണ്. ആ സമയത്ത് സർക്കാർ എടുക്കുന്ന നിലപാട് വളരെ പ്രധാനമല്ലേ? എന്നോടാണോ ശ്രീമതി ബിന്ദു കൃഷ്ണ? അതെ, തീർച്ചയായും സർക്കാരിന് ഇക്കാര്യത്തിൽ കാര്യമായ റോൾ ഉണ്ട്. മാറ്റത്തിന് വേണ്ടി നിൽക്കാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, വിശ്വസിക്കുന്നത്. ഒന്നാമത്, വിശ്വാസികൾ എന്ന് പറയുന്നത് വിശ്വസിക്കുന്നവരാണ്, ഈശ്വരനിൽ വിശ്വസിക്കുന്നവരാണ്, ക്ഷേത്രാരാധനയിൽ വിശ്വസിക്കുന്നവരാണ് വിശ്വാസികൾ. പക്ഷെ ഒരു വിഭാഗത്തെ മാത്രം വിശ്വാസികളായി കണക്കാക്കുകയും ബാക്കിയുള്ളവരെ വിശ്വാസത്തിന് പുറത്തേക്ക് മാറ്റി നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ശരിയല്ല. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ, ഈ ചർച്ചയിൽ ഉടനീളം ഓരോ വ്യക്തിത്വങ്ങൾ സൂചിപ്പിച്ചതുപോലെ, ചൂണ്ടിക്കാട്ടിയതുപോലെ, അബ്രാഹ്മണർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല, ആരാധന നടത്താൻ കഴിയുകയില്ല എന്ന ആചാരം നിലനിന്ന കാലത്ത് അതിനെതിരെ ശക്തമായി മുന്നോട്ട് വന്നത് സവർണ വിഭാഗത്തിൽപ്പെട്ടവർ തന്നെയായിരുന്നു. അവർണ ജാതിക്കാർക്ക് കൂടി ക്ഷേത്രപ്രവേശനം സാധ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളീയ സമൂഹത്തിലടക്കം സമരത്തിന് നേതൃത്വം നൽകിയത്. സതി പോലെയുള്ള ദുരാചാരങ്ങളെ ഇല്ലാതാക്കാൻ രാജാറാം മോഹൻ റായിയെ പോലെയുള്ളവർ രംഗത്ത് വന്നു.
തീർച്ചയായും ഈ നാട്ടിലെ വിശ്വാസികളായ പുരുഷന്മാർ അവർ രംഗത്ത് വന്നാൽ മാത്രമേ പാതി ആകാശത്തിനും പാതി ഭൂമിക്കും ഉടമകളായ സ്ത്രീകൾക്ക് കൂടി ശബരിമല ദർശനം സാധ്യമാകൂ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റൈറ്റ്, അതാണ് അഡ്വക്കേറ്റ് കാളീശ്വരം രാജ്. സർക്കാരിന്റെ നിലപാട് എന്ത് എന്നുള്ളത് അല്പസമയം മുൻപ് ദേവസ്വം മന്ത്രി ഈ ചർച്ചയിൽ തന്നെ വ്യക്തമാക്കുകയുണ്ടായിട്ടുണ്ട്. സർക്കാരിനെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ആരെങ്കിലും അലോസരപ്പെടുത്തുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകാൻ താല്പര്യമില്ല. മറിച്ച് ദേവസ്വം ബോർഡ് എന്താണോ പറയുന്നത്, തന്ത്രി എന്താണോ പറയുന്നത്, അതാണ് സർക്കാരിൻ്റെ നിലപാട്. കോടതി ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കുമ്പോൾ സർക്കാരിൻ്റെ ഈ നിലപാടിനുള്ള പ്രസക്തി എന്താണ്? സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് എൻ്റെ അഭിപ്രായത്തിൽ അത് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. ഞാനതിൻ്റെ ശരിതെറ്റുകളിലേക്കോ ഇല്ലെങ്കിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമാണോ അല്ലയോ എന്നുള്ള വിഷയത്തിലേക്ക് വരുന്നില്ല, അതല്ല ചർച്ചാ വിഷയവും. പക്ഷേ അത്തരത്തിലുള്ളൊരു നിലപാട് മാറ്റം കോടതി മുമ്പാകെ അവതരിപ്പിക്കുവാനുള്ള ജനാധിപത്യപരവും ഭരണഘടനാപരവും നിയമപരവുമായ അവകാശം ഗവൺമെന്റിനുണ്ട്. അത് വളരെ പ്രധാനമാണ്. അതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്, അതൊരു ഭരണഘടനാ പ്രശ്നം എന്നുള്ളതിലുപരി ജനാധിപത്യ പ്രശ്നമാണ്, വളരെ പ്രധാനവുമാണത്. കാരണം ഇടതുപക്ഷ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ തെറ്റായിട്ടോ ശരിയായിട്ടോ ഒരു നിലപാട് സ്വീകരിച്ചു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാട് പുലർത്തുന്ന മുന്നണിയെയാണ് രാഷ്ട്രീയ പാർട്ടികളെയുമാണ് ജനങ്ങൾ തെരഞ്ഞെടുത്തത്. അവരൊരു സർക്കാർ രൂപീകരിക്കുന്നു. ഈ കാര്യത്തിലും ഇടതുപക്ഷത്തിന്റെ തന്നെ നിലപാട് ഇവർ സ്വീകരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പ് തത്വങ്ങൾക്കും ജനാധിപത്യ തത്വങ്ങൾക്കും എതിരാണ്. രാഷ്ട്രീയത്തിലെ ചോയ്സ്, ജനാധിപത്യ രാഷ്ട്രീയത്തിലെ ചോയ്സ്, തെരഞ്ഞെടുക്കാനുള്ള അവകാശം ആളുകളെ മാത്രമല്ല തെരഞ്ഞെടുക്കുന്നത്, ആശയങ്ങളെ കൂടിയാണ്. ആളുകളെ മാത്രമല്ല തെരഞ്ഞെടുക്കുന്നത്, നയങ്ങളെ കൂടിയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആ രീതിയിലുള്ളൊരു നയം മാറ്റം ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ കോടതിക്ക് മുമ്പാകെ അവതരിപ്പിക്കുവാനുള്ള എല്ലാ അവകാശവും, ആ നിലപാട് സ്വീകരിക്കാനുള്ള അവകാശം, അത് തെറ്റോ ശരിയോ എന്നുള്ളത് വേറൊരു കാര്യം, ആ ജനാധിപത്യപരമായ അവകാശം കേരള സർക്കാരിനുണ്ട്. ആ അവകാശത്തെ കോടതി മാനിക്കുകയും വേണം എന്നുള്ള അഭിപ്രായം. ശരി, അതാണ് ആ കാര്യത്തിൽ താങ്കളുടെ നിലപാട്. ശ്രീമതി ടീച്ചർ, ഇവിടെ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലെ തിളങ്ങുന്ന ഏടുകളാണ് വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, പാലിയം സമരം. അങ്ങനെ ഒരു വലിയ സാംസ്കാരിക ചരിത്രം നമ്മളെ സംബന്ധിച്ചുണ്ട്. നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ചരിത്രമുണ്ട്. കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ച് ഒരു രണ്ടാം ക്ഷേത്രപ്രവേശന വിളംബരം അനിവാര്യമാകുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നവോത്ഥാന മുന്നേറ്റം ആവശ്യമാകുന്ന ഒരു ഘട്ടമാണോ ഇത്? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ദളിതർക്ക് വേണ്ടി സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന, ജാതീയമായി പിന്നോക്കം നിൽക്കുന്നു എന്ന് പറയപ്പെടുന്നവർക്ക് വേണ്ടി വളരെ ശക്തമായ പോരാട്ടം നടത്തിയ പാരമ്പര്യമായിരുന്നല്ലോ ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവ് സഖാവ് AK ജിക്കുണ്ടായിരുന്നത്. അദ്ദേഹം ഒരു മാതൃക കാണിച്ചു. ഇപ്പോ സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനവും CPIM-ഉം അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ എന്നും സ്ത്രീപക്ഷത്താണ്. മറ്റൊരു കാര്യം, താല്പര്യമുണ്ടെങ്കിൽ മതി. ഇപ്പൊ ബിന്ദു കൃഷ്ണയെ പോലുള്ള ഭക്തരായിട്ടുള്ള കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന സഹോദരിമാർക്ക് അവർക്ക് ആഗ്രഹമുണ്ട് ഒന്ന് പോകണം എന്നുണ്ടെങ്കിൽ അത് തടയുന്നത് എന്തിനാണെന്നുള്ള സുപ്രീം കോടതിയുടെ ചോദ്യം വളരെ വളരെ യുക്തിഭദ്രമാണെന്നാണ് ഞാൻ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് സഹായകരമായ നിലപാട് കേരളത്തിലെ നമ്മുടെ സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന്, പുരുഷന്മാരുടെ ഭാഗത്തുനിന്ന്, പ്രസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതിൽ തെറ്റില്ല. കാരണം ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ദൈവം എല്ലാവർക്കും ഉള്ളതാണ്. പുരുഷന്മാർക്ക് മാത്രമുള്ളതല്ല, സ്ത്രീകൾക്കും കൂടി ഉള്ളതാണ്. അപ്പൊ സ്ത്രീകൾ വീട്ടിലിരുന്നോട്ട് പ്രാർത്ഥിച്ചോളൂ. എന്നാ പിന്നെ എല്ലാവരും വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. എന്തിനാണ് പുരുഷന്മാര് മാത്രം പിന്നെ അമ്പലത്തിലേക്ക് പോകേണ്ട കാര്യം, ശബരിമലയിലേക്ക് പോകേണ്ട കാര്യം? അതെ, ആ ചോദ്യം പ്രസക്തമാണ്. ശ്രീമതി പാർവതി ദേവി, ഇവിടെ മതനവീകരണ പ്രസ്ഥാനമോ നവോത്ഥാന പ്രസ്ഥാനമോ ഉണ്ടാകുന്നതിന് പകരം പക്ഷേ മതപുനരുദ്ധാന പ്രസ്ഥാനങ്ങളും ആ ചിന്താഗതിയുമാണോ ഉണ്ടാകുന്നത് എന്ന സംശയം വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ ഇനിയൊരു ക്ഷേത്രപ്രവേശന സമരമോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മൂവ്മെൻറ്റോ കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ദളിതർക്ക് വേണ്ടിയോ മറ്റാർക്കെങ്കിലും വേണ്ടിയോ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം? ഒരു വ്യക്തിപരമായിട്ട് ഒരു ഈശ്വരവിശ്വാസി അല്ല ഞാൻ. അതുകൊണ്ട് സ്ത്രീകളെല്ലാവരും അമ്പലങ്ങളിൽ പോകണം എന്നൊരഭിപ്രായം എനിക്കില്ല. പക്ഷേ മതത്തിൻ്റെയും പൗരോഹിത്യത്തിൻ്റെയും ഒക്കെ അധികാരം പുരുഷന് മാത്രം നിലനിൽക്കുന്നതിൻ്റെതായ നിരവധി പ്രശ്നങ്ങൾ ഇന്ന് ആ മതങ്ങൾക്കകത്തുണ്ട്.
അതുകൊണ്ട് തന്നെ മതവിശ്വാസികളും ഈശ്വരവിശ്വാസികളും തന്നെയാണ് യഥാർത്ഥത്തിൽ മതങ്ങൾക്കകത്തെ ഇത്തരത്തിലുള്ള സ്ത്രീപക്ഷമായ നവീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത്. ഞങ്ങളെപ്പോലെ ഈശ്വരവിശ്വാസികളല്ലാത്തവരല്ല അത് പറയേണ്ടത്. ഈശ്വരവിശ്വാസികളായ ബിന്ദുകൃഷ്ണയൊക്കെ പറയുന്നത് പോലെ ആ ഈശ്വരത്തിനെ വിശ്വസിക്കുന്ന, മതങ്ങളിൽ വിശ്വസിക്കുന്നവർ തന്നെയാണ് അതിനകത്തെ പുരുഷാധിപത്യത്തിനെതിരെ വലിയ സമരം നടത്തേണ്ടത്. അഡ്വക്കേറ്റ് കാളീശ്വരം രാജ്, മുൻപും ഇതേപോലെ പല ആചാരങ്ങളും ഉണ്ടായിരുന്നു, അതിനെതിരെ രണ്ടഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ശക്തമായ സമരങ്ങൾ നടന്നപ്പോൾ അല്ലെങ്കിൽ പൊതുജനാഭിപ്രായം ഉണ്ടായപ്പോൾ ആ ആചാരങ്ങളൊക്കെ മാറ്റി, അതിനൊക്കെ മാറ്റം വന്നു. നമ്മളപ്പോൾ ചരിത്രത്തിൽ അതിനെ അനാചാരം എന്നാണ് വിളിക്കുക. അങ്ങനെ മാമൂലുകൾ മാറാം, മാമൂലുകൾ മാറിക്കൂടായികയില്ലല്ലോ. ഇപ്പോൾ ശബരിമലയുടെ കാര്യത്തിലായാലും ഗുരുവായൂരിൻ്റെ കാര്യത്തിലായാലും നമ്മുടെ പൊതുസമൂഹവുമായി ബന്ധപ്പെടുന്ന മറ്റേത് കാര്യത്തിലായാലും. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു സുപ്രീം കോടതി വിധിയോടുകൂടി ഒരു മാറ്റം ഉണ്ടാകുമോ ഇല്ലയോ എന്നതിനപ്പുറത്ത് ഈ മാമൂലുകളൊന്നും ഒരിക്കലും മാറില്ല എന്ന് നമ്മൾ കരുതേണ്ടതില്ലല്ലോ. അത് അഭിലാഷിൻ്റെത് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. അത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ ചോദ്യമാണ്. ആ ചോദ്യം വളരെ പ്രസക്തവുമാണ്. പലപ്പോഴും കോടതികൾ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്നില്ല. വിപ്ലവകരമായ കോടതി വിധികൾ എന്നൊക്കെ നാം ഭംഗിവാക്ക് പറയുമെങ്കിലും കോടതികൾ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അടിസ്ഥാനപരമായ മാറ്റങ്ങൾ പലപ്പോഴും പ്രത്യേകിച്ച് മതങ്ങളുടെ കാര്യത്തിൽ സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനങ്ങളിലൂടെയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ, സതിയുടെ ആചാരം തൊട്ട് അനാചാരമായിട്ടുള്ള കാര്യങ്ങൾ, മറ്റും ധാരാളം കാര്യങ്ങൾ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ പോലുള്ള കാര്യങ്ങൾ, അത് തീർച്ചയായിട്ടും മതവിശ്വാസത്തിന് അപ്പുറമുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടൽ, ഒരു സാംസ്കാരികമായിട്ടുള്ള നവോത്ഥാന പ്രക്രിയ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും ശബരിമലയിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലും അത്തരത്തിലുള്ള ഒരു നവോത്ഥാന പ്രക്രിയയ്ക്ക് പ്രസക്തി ഉണ്ടാകും. ഇന്നത്തെ ആചാരങ്ങൾ നാളത്തെ അനാചാരങ്ങളാകാം. അങ്ങനെ ആചാരങ്ങളെ അനാചാരങ്ങളായി കാണാൻ കഴിയുമ്പോഴാണ് പലപ്പോഴും മനുഷ്യ സമൂഹം പുരോഗമിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഗംഭീരമായിട്ടുള്ള, തീർച്ചയായും ആ അർത്ഥത്തിലുള്ള ഒരു സ്വയം നവീകരണ പ്രക്രിയ ഉണ്ടാകട്ടെ. അതൊരു പക്ഷേ കോടതി വിധിക്ക് അപ്പുറത്ത് സമൂഹത്തിൽ നിന്ന് സ്വയമായി ഉരുവാകുന്ന ഒരു നവോത്ഥാന പ്രക്രിയ ആകട്ടെ എന്ന് കരുതാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് അഡ്വക്കേറ്റ് കാളീശ്വരം രാജ്, ശ്രീമതി ആർ പാർവതി ദേവി, ശ്രീ വി രാജേഷ്, ശ്രീമതി പി കെ ശ്രീമതി ടീച്ചർ, MP, ശ്രീമതി ബിന്ദു കൃഷ്ണ, കുമാരി ബി അരുന്ധതി. ഇടവേളയ്ക്ക് ശേഷം എഡിറ്റേഴ്സ് അവർ കാണാം. നമസ്കാരം.